ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കേൾക്കാം. ഇത് നൂർജഹാൻ്റെയും മകൻ നബീലിൻ്റെയും കഥയാണ്. എറണാകുളം ജില്ലയിലെ ആലുവയിലെ പഴക്കവേറിയ അറക്കൽ തറവാട് ഒരു കാലത്ത് ആ പ്രദേശത്തെ അഭിമാനമായിരുന്നു. വലിയ മുറ്റവും ചുവന്ന ഓടിട്ട വീടും പടിപ്പുരയും പൂന്തോട്ടവും ചേർന്ന ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് അബൂബക്കർ സാഹിബും ഭാര്യ സുഹ്റ ബീവിയും മകൾ നൂർജഹാനും അവളുടെ ഏക മകൻ നബീലുമാണ്. പുറംപണിക്കും മറ്റുമായി ജോലിക്കാരുണ്ട്. വലിയ ധനികനും ബിസിനസ്സുകാരനുമായ അബൂബക്കർ സാഹിബിന് തൻ്റെ ബിസിനസ്സുകളേക്കാൾ പ്രിയപ്പെട്ടത് തൻ്റെ ഏക മകൾ നൂർജഹാനായിരുന്നു. നൂർജഹാൻ സാഹിബിൻ്റെ ഏക മകളായിരുന്നു. സൗന്ദര്യവും വിദ്യാഭ്യാസവും കൊണ്ട് എല്ലാവരുടെയും പ്രിയങ്കരിയായി വളർന്ന അവൾക്ക് ചെറുപ്പം മുതൽ തന്നെ സ്വന്തം സ്വപ്നങ്ങളുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴാണ് അവൾ ആബിദിനെ പരിചയപ്പെടുന്നത്. അവനൊരു അനാഥനായിരുന്നു. യതീംഖാനയിൽ വളർന്ന് പഠിത്തത്തിൽ മിടുക്കനായ അവൻ കോളേജ് വരെ എത്തി. അവൻ്റെ സത്യസന്ധതയും പെരുമാറ്റവും നൂർജഹാനെ ആകർഷിച്ചു. നന്നായി ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ആബിദിൻ്റെ കഴിവിൽ അവൾക്ക് തോന്നിയ ആരാധന പിന്നീട് പ്രണയമായി. ഒടുവിൽ അവരുടെ പ്രണയം വീട്ടിൽ പിടിക്കപ്പെട്ടു. അബൂബക്കർ സാഹിബിന് ആ ബന്ധം ഒട്ടും ഇഷ്ടമായില്ല. തറവാടിൻ്റെ പാരമ്പര്യവും കുടുംബത്തിൻ്റെ സ്ഥാനവും ചൂണ്ടിക്കാട്ടി അദ്ദേഹം എതിർത്തു. പക്ഷേ നൂർജഹാൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവസാനം എല്ലാവരുടെയും എതിർപ്പുകൾ മറികടന്ന് അവളും ആബിദും വിവാഹിതരായി. വിവാഹജീവിതം വളരെ സന്തോഷകരമായിരുന്നു. അവരുടെ ജീവിതത്തിലേക്ക് നബീൽ എന്ന കുഞ്ഞ് വന്നപ്പോൾ ആ സന്തോഷം ഇരട്ടിയായി. നബീലിന് 3 വയസ്സുള്ളപ്പോൾ ആബിദ് ഒരു വാഹനാപകടത്തിൽ മരിച്ചു. ആ വാർത്ത നൂർജഹാൻ്റെ ജീവിതത്തെ പൂർണ്ണമായി തകർത്തു. അന്നു മുതൽ അവളുടെ ജീവിതം മുഴുവൻ നബീലിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. അവർ താമസിച്ച ആ വാടക വീട്ടിൽ നിന്നും സങ്കടക്കടലിലായ മകളെയും അവളുടെ കുഞ്ഞു മകൻ നബീലിനെയും ആലുവയിലെ സ്വന്തം തണലിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ സാഹിബ് ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു: ഇനി തൻ്റെ മകളുടെ കണ്ണ് നിറയരുത്. ഇന്നവന് 20 വയസ്സുണ്ട്. ആലുവയിലെ സ്കൂളിലും കോളേജിലുമായി വളർന്ന നബീല് തൻ്റെ ഉമ്മ സുഹ്റ ബീവിയുടെയും വല്യപ്പയുടെയും സ്നേഹത്തണലിലാണ് വളർന്നത്. 58ൻ്റെ നിറവിലും വീടിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നോക്കുന്ന ബീവിയും 70ലും തളരാത്ത ആവേശത്തോടെ ബിസിനസ് നോക്കി നടത്തുന്ന സാഹിബും അവരുടെ ഏക ആശ്രയമായിരുന്നു. ആ വീടിൻ്റെ യഥാർത്ഥ വെളിച്ചം നൂർജഹാനായിരുന്നു. 40 വയസ്സായെന്ന് ആരും പറയില്ല. വെളുത്ത നിറം, ചിരിക്കുമ്പോൾ വിരിയുന്ന വശ്യമായ പുഞ്ചിരി, അരക്കെട്ട് വരെ നീളുന്ന കാർക്കൂന്തൽ. ആബിദിൻ്റെ മരണശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം സാഹിബ് നൂർജഹാനെ വേറെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനവൾ സമ്മതിച്ചില്ല. ഇല്ലുപ്പ, എനിക്കിവിടെ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, പിന്നെ എൻ്റെ നബീലും. ഇതിൽ കൂടുതലൊരു സന്തോഷം എനിക്കിനി കിട്ടാനില്ല. മകളുടെ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ സാഹിബ് മൗനം പാലിച്ചു. എങ്കിലും തൻ്റെ കാലശേഷം മകൾ തനിച്ചാകുമോ എന്നൊരു നേർത്ത ഭയം ആ വൃദ്ധൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ കഠിനാധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്ത ആ സാമ്രാജ്യം മുഴുവൻ അവൾക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ എന്നാലും ചെറിയൊരാശങ്ക തോന്നും. എങ്കിലും നൂർജഹാൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ അദ്ദേഹം എല്ലാം മറക്കും. നബീലും നൂർജഹാനും ഉമ്മയും മകനും എന്നതിലുപരി 2 ആറ്റുമിത്രങ്ങളെപ്പോലെയായിരുന്നു. അവളുടെ ലോകം അവനിൽ ഒതുങ്ങി നിന്നു. നബീല് തൻ്റെ പിതാവ് 20 വയസ്സിൽ എങ്ങനെയുണ്ടായിരുന്നോ അതിൻ്റെ തനി പകർപ്പായിരുന്നു. അതേ കണ്ണുകൾ, അതേ പുഞ്ചിരി, അതേ നടപ്പ്, അതുപോലെ സംസാരിക്കുന്ന രീതിയും. നൂർജഹാൻ പലപ്പോഴും അവനെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. അവൾക്ക് മകനെ കാണുമ്പോൾ ആബിദിൻ്റെ മുഖം ഓർമ്മ വരും. ചിലപ്പോൾ അവൾ അറിയാതെ കണ്ണീരൊപ്പും. മകളുടെ ഏകാന്തത മാറ്റാൻ തൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിലെ ജോലികൾ സാഹിബ് ഏൽപ്പിക്കാറുണ്ട്. അവിടെ അവളുടെ ആത്മമിത്രമായ ചിത്രയുമുണ്ട്. ചിത്ര അവിടെ അക്കൗണ്ടൻ്റാണ്. സ്കൂൾ കാലം മുതൽക്കേ ചിത്രയും നൂർജഹാനും കൂട്ടുകാരികളാണ്.
വൈകുന്നേരം നബീൽ കോളേജിൽ നിന്ന് വീട്ടിലെത്തിയ സമയം. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആകാശത്തിടയ്ക്കിടെ മിന്നൽ തെളിയുന്നുമുണ്ടായിരുന്നു. അടുക്കളയിൽ നിൽക്കുകയായിരുന്ന നൂർജഹാൻ ചായ തിളപ്പിക്കുകയായിരുന്നു. നൂറ മോളെ, ഒരു ചായ ഇങ്ങോട്ട് കിട്ടുമോ? ഹാളിൽ നിന്ന് നബീലിൻ്റെ ശബ്ദം കേട്ടു. കയ്യിലിരുന്ന സ്പൂൺ ഒരു നിമിഷം നിശ്ചലമായി. നൂറ മോളെ. ആ 2 വാക്കുകൾ മാത്രം മതി നൂർജഹാൻ്റെ മനസ്സ് വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കാൻ. ആബിദ് അവളെ വിളിക്കുന്നത് നൂറമോളെ എന്നായിരുന്നു. സ്നേഹത്തോടെയും കുസൃതിയോടെയുമുള്ള വിളി. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ദിവസത്തിൽ 10 തവണയെങ്കിലും ആ വിളി കേൾക്കുമായിരുന്നു. ആബിദ് മരിച്ചതിന് ശേഷം ആ വാക്കുകൾ ലോകത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമായ പോലെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ അതേ സ്വരം അല്ലെങ്കിലും അതേ മുഖവുമായി നിൽക്കുന്ന മകൻ അതേ വാക്കുകൾ പറയുകയാണ്. നൂറമോളെ, കേൾക്കുന്നില്ലേ? നബീലിൻ്റെ ശബ്ദം വീണ്ടും കേട്ടപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്താടാ? ഞാൻ 1/2 മണിക്കൂറായി ചായ ചോദിക്കുന്നു. നിന്നെ ഞാൻ ഇപ്പോൾ ശരിയാക്കും. അവൾ മുഖം കനപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഉള്ളിലൊരു വിചിത്രമായ വികാരം അലഞ്ഞു നടക്കുകയായിരുന്നു. അന്ന് രാത്രി നൂർജഹാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ പഴയ ഓർമ്മകൾ ഓരോന്നായി മനസ്സിലേക്ക് വന്നു. വിവാഹ ദിവസം, ആദ്യ യാത്ര, മഴയുള്ള വൈകുന്നേരങ്ങൾ. എല്ലാ ഓർമ്മകളിലും ആബിദിൻ്റെ ആ വിളിയുണ്ടായിരുന്നു. നൂറമോളെ. അവൾ അറിയാതെ കണ്ണുകൾ അടച്ചു. കാലം എത്ര മുന്നോട്ട് പോയാലും ചില വാക്കുകൾക്ക് പ്രായമാകില്ലെന്ന് അവൾക്ക് തോന്നി. പെട്ടെന്നൊരിടിമിന്നൽ. പണ്ടൊക്കെ അവൾക്ക് ഇടിമിന്നൽ ഭയമായിരുന്നു. ആ സമയം അവൾ പുതപ്പിനുള്ളിലേക്ക് നൂണ്ടു കയറും. ആബിദിൻ്റെ കരവലയത്തിൽ ഒതുങ്ങുമ്പോൾ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ പെണ്ണ് താനാണെന്ന തോന്നൽ അവൾക്കുണ്ടാകും. ആ സമയം ആബിദ് അവളുടെ മുടിയിൽ തലോടി നെറുകയിൽ ഒരു മുത്തം നൽകി ചോദിക്കും, പേടിച്ചോ നൂറമോളെ? എന്ന് ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ മാറിൽ തലചേർത്തുറങ്ങും അവൾ. ഓർമ്മകൾ അവളിൽ നേരിയ അസ്വസ്ഥത സൃഷ്ടിച്ചു. എപ്പോഴോ പാതി മയക്കത്തിലേക്ക് അവൾ പോയി. സമയം പാതിരാത്രിയോടടുത്തു. 1 മണിയായി കാണും. ലോകം തന്നെ തകരുന്നുവോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഭയാനകമായ ഒരു ഇടിവെട്ടുണ്ടായി. ഭൂമി ഒന്ന് കുലുങ്ങിയോ? അവൾ ഞെട്ടിയുണർന്നു. പുറത്ത് മിന്നൽ പിണരുകൾ ആകാശത്തെ കീറി മുറിക്കുന്നുണ്ടായിരുന്നു. റൂമിൽ കയറി കിടക്കാൻ നോക്കിയെങ്കിലും അവളുടെ മനസ്സ് അസ്വസ്ഥമായി. മിന്നൽ വെളിച്ചം ജനാലയിലൂടെ പകൽ പോലെ മുറിയിൽ അടിച്ചു കയറുന്നു. ഭയം അവളുടെ ഉള്ളിൽ ഒരു നിഴലായി പടർന്നു. ഒടുവിൽ സഹിക്കാനാവാതെ അവൾ എഴുന്നേറ്റ് നബീലിൻ്റെ മുറിയിലേക്ക് ചെന്നു. അവൾ വാതിലിൽ മുട്ടി. ഡാ. കുറച്ചു കഴിഞ്ഞ് ഉറക്കം തൂങ്ങിയ കണ്ണുകളുമായിട്ട് നബീൽ വാതിൽ തുറന്നു. എന്താ ഉമ്മ? നീ എന്തുറക്കവാടാ? നീ ഇതൊന്നും അറിയുന്നില്ലേ? അവൾ ശ്വാസം വിട്ട് ചോദിച്ചു. എന്ത്? ഈ ഇടിയും മിന്നലും. എനിക്ക് പേടിയാകുന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല. നീ എൻ്റെ കൂടെ കിടക്കടാ. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ പറഞ്ഞു. അവനൊന്ന് ചിരിച്ചു. എന്താണ് ഉമ്മ ഇത്? ഇതിനൊക്കെ ഇങ്ങനെ പേടിച്ചാലോ? വാടാ, ഉമ്മാക്ക് പേടിയായിട്ടല്ലേ? അവളുടെ നിർബന്ധത്തിന് മുന്നിൽ അവൻ വഴങ്ങി. അവൻ തൻ്റെ പുതപ്പും തലേണയും എടുത്ത് അവളുടെ മുറിയിലേക്ക് നടന്നു. കരണ്ട് പോയിട്ട് നേരത്തെയായിരുന്നു. മിന്നൽ വെളിച്ചം മാത്രം മുറിയിൽ പ്രകാശം പരത്തിക്കൊണ്ടിരുന്നു. കിടക്കയിൽ പുതപ്പ് ശരിയാക്കി കിടക്കുന്നതിനിടയിൽ നൂർജഹാൻ പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ എപ്പോഴും കിടന്നാൽ പോരെ? പോ ഉമ്മ. ഉമ്മ തനിച്ച് കിടന്നാൽ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ. അവൻ നിഷ്കളങ്കമായി മറുപടി നൽകി. നബീലിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ നൂർജഹാൻ്റെ മനസ്സൊന്ന് വിങ്ങി. കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു അവൾ തൻ്റെ ഏകാന്തതയുമായി പൊരുത്തപ്പെടാൻ തുടങ്ങിയിട്ട്. എങ്കിലും അരികിൽ തൻ്റെ മകനുണ്ടെന്ന തോന്നൽ അവൾക്ക് വലിയൊരാശ്വാസം നൽകി. ആ തണലിൽ, മഴയുടെ താളത്തിൽ അവൾ വേഗ ഉറക്കത്തിലേക്ക് വഴുതി വീണു. സമയം പുലർച്ചെ 2:30 പെട്ടെന്നാണ് ആ മുറിയിലെ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് അതിശക്തമായൊരിടിയും മിന്നൽ പിണർപ്പും ഉണ്ടായത്. നൂർജഹാൻ എന്തോ ഉപബോധ മനസ്സിലോ അർദ്ധമയക്കത്തിലോ പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടു കയറി. തൊട്ടടുത്ത് കിടന്ന നബീലിൻ്റെ മാറിലേക്ക് തല ചായ്ച്ചു. അവനെ കെട്ടിപ്പിടിച്ചു.
നബീൽ ഉറക്കമുണർന്നു. ഉമ്മ കിടിമിന്നൽ പേടിയാണെന്ന് അവന് മനസ്സിലായി. അവൻ തൻ്റെ കരവലയത്തിൽ അവളെ ഒതുക്കി മുടിയിൽ തലോടി. എന്താ നൂറമോളെ, പേടിച്ചു പോയോ? അർദ്ധമയക്കത്തിൽ ഇത് കേട്ട നൂർജഹാൻ പഴയ ഓർമ്മയിൽ എന്ന പോലെ നബീലിനെ കെട്ടിപ്പിടിച്ചു കിടന്നു. അവനും നൂർജഹാനെ കെട്ടിപ്പിടിച്ചു. ആ തണുപ്പിൽ നൂർജഹാൻ്റെ കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് കിട്ടിയ ആ ചൂട് അവന് രസകരമായി തോന്നി. പതിയെ പതിയെ നൂർജഹാൻ പൂർണ്ണമായും ഉറക്കത്തിലേക്ക് വഴുതി വീണു. നബീൽ ഉറങ്ങിയിരുന്നില്ല. പെട്ടെന്നാണ് ആ മുറിയിൽ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് അതിശക്തമായ ഒരു മിന്നൽ പിണറുണ്ടായത്. വെറും സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ആ പ്രകാശത്തിൽ അവൻ കണ്ട കാഴ്ച അവൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ കടന്നുപോയ പ്രതീതി ഉണ്ടാക്കി. നൂർജഹാൻ മലർന്നു കിടന്നാണ് ഉറങ്ങുന്നത്. അവരുടെ നൈറ്റിയുടെ സിബ് പാതി തുറന്ന നിലയിലായിരുന്നു. മിന്നൽ വെളിച്ചത്തിൽ ചിലതൊക്കെ കാണാമായിരുന്നു. അതൊരു നിമിഷത്തെ കാഴ്ച മാത്രമായിരുന്നുവെങ്കിലും നബീലിൻ്റെ മനസ്സിൽ അത് ആഴത്തിൽ പതിഞ്ഞുപോയി. തൻ്റെ ഉമ്മയെ ഒരു സ്ത്രീ എന്ന നിലയിൽ അവൻ ഇതുവരെ നോക്കിക്കണ്ടിരുന്നില്ല. എന്നാൽ ആ നിമിഷം അവൻ്റെ ചിന്തകൾ തകിടം മറിഞ്ഞു. മനസ്സ് സ്തംഭിച്ചു പോയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുവരെ അറിയാത്തൊരു വികാരം ഉണരുന്നത് അവൻ അറിഞ്ഞു. സ്വന്തം ഉമ്മയുമായി എത്രയോ തവണ തമാശകൾ പറഞ്ഞും കെട്ടിപ്പിടിച്ചും ഇരുന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും തോന്നാത്ത ഒരു പ്രത്യേക അനുഭൂതിയും ജിജ്ഞാസയും അവനെ പൊതിഞ്ഞു. സുന്ദരിയായ തൻ്റെ ഉമ്മയുടെ ശാരീരിക വശ്യത ആദ്യമായി തിരിച്ചറിഞ്ഞ ആവേശം അവൻ്റെ രക്തത്തിൽ പടർന്നു. ആ കാഴ്ച ഒന്നുകൂടി കാണാൻ അവൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. പക്ഷെ പിന്നീട് മിന്നലുകളൊന്നും ഉണ്ടായില്ല. മഴയും ഏകദേശം നിലച്ചു. നിരാശയോടെ അവൻ കിടന്നുറങ്ങി. സമയം 9 മണിയോടടുക്കുന്നു. അബൂബക്കർ സാഹിബ് രാവിലെ തന്നെ തൻ്റെ പതിവ് കാപ്പികുടി കഴിഞ്ഞ് കച്ചവടം കാര്യങ്ങൾ നോക്കാൻ ഇറങ്ങിത്തിരിച്ചു. അടുക്കളയിൽ നൂർജഹാൻ രാവിലത്തെ ജോലികളിൽ മുഴുകിയിരിക്കുകയാണ്. ഉറക്കം എണീറ്റ് വന്ന നബീൽ അടുക്കളയിൽ പണിയിൽ മുഴുകി നിന്ന ഉമ്മയെ നോക്കി നിന്നു. തലേ രാത്രിയിലെ ചിന്ത അവനിലേക്ക് വന്നു. അവൻ നൂർജഹാനെ അടിമുടി ഒന്ന് നോക്കി. തൻ്റെ ഉമ്മ എത്രത്തോളം സുന്ദരിയാണെന്ന് നബീൽ അന്നാണ് ശരിക്കും തിരിച്ചറിഞ്ഞത്. നീളം മുടിയും വെളുത്ത നിറവും വടിവത്ത ശരീരവുമുള്ള നൂർജഹാൻ ഏത് പുരുഷനെയും ആകർഷിക്കുന്ന രൂപഭംഗിയുള്ളവളായിരുന്നു. ഒതുങ്ങിയ വയറും വിരിഞ്ഞ പിന്നഴകും കിതാബുകളിൽ പറഞ്ഞു കേൾക്കാറുള്ള ഹൂറുൽ ഈനുകളിൽ ഒരാളാണ് തൻ്റെ ഉമ്മ എന്നവന് തോന്നിപ്പോയി. കിനാവ് കണ്ട് നിൽക്കാതെ ക്ലാസ്സിൽ പോടാ ചെക്ക, അവൾ അവനോട് പറഞ്ഞു. ക്ലാസ്സിലിരുന്നപ്പോഴൊക്കെ അവന് പലവക ചിന്തകളായിരുന്നു. ഇത്രയേ സുന്ദരിയായ ഉമ്മ എന്തേ ഉപ്പ മരിച്ചിട്ട് വീണ്ടും നിക്കാഹ് കഴിച്ചില്ല? ഉമ്മാക്കും കാണില്ലേ ഒരുപാട് ആഗ്രഹങ്ങൾ? ഒരു പെണ്ണിനുണ്ടാകുന്ന ഫീലിങ്സൊക്കെ ഉമ്മ എങ്ങനെ അടക്കുന്നു? താനും ഉപ്പൂപ്പയും ഉമ്മുമ്മയും മാത്രം അടങ്ങുന്ന കൊച്ചു ലോകമാണ് ഉമ്മയുടേത്. ആ ലോകത്തിലേക്ക് ഇനി വേറൊരാൾ കടന്നു വരേണ്ടെന്ന് കരുതിയാവുമോ? അപ്പോഴാണ് അഫ്സൽ അവൻ്റെ ശ്രദ്ധ മാറ്റിയത്. ഒരു പേനയുണ്ടോടാ നബീലെ തരാൻ? ക്ലാസ്സിലെ ചങ്കായ അഫ്സലിൻ്റെ കാര്യം അവൻ ഓർത്തു. ഈ യുഗത്തിലും അവന് വീഡിയോ കാണുന്നതിനേക്കാളും ഇഷ്ടം കൊച്ചു പുസ്തകം വായിക്കുന്നതാണ്. അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണെന്ന് അവൻ പറയാറുണ്ട്. ആൻറ്റിമാരെയാണ് അവന് ഏറ്റവും ഇഷ്ടം. അവൻ വായിക്കുന്നത് മുഴുവൻ അത്തരത്തിലുള്ള കഥകളും. അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പുസ്തകം വാങ്ങി ബാഗിൽ വെച്ച് നബീൽ വീട്ടിലേക്ക് പോയി. കഥകൾ വായിക്കുമ്പോഴൊക്കെ അവൻ്റെ മനസ്സിലേക്ക് നൂറയുടെ മുഖവും ഓടിയെത്തി. ഷേ, എന്താ ഇങ്ങനെ? അവൻ്റെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി കൊണ്ടിരുന്നു. അന്ന് രാത്രി അവൻ ഉമ്മയുടെ മുറിയിലേക്ക് ചെന്നു. എന്തേ? ഞാൻ തനിയെ കിടക്കാനല്ലേ നീ ഇന്നലെ പറഞ്ഞത്? എന്നിട്ടും ഞാൻ കൂട്ട് കിടന്നില്ലേ ഉമ്മ? അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു. നൂറമ്മോൾ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാ പറ്റില്ലെന്ന് പറയുന്നേ? ഇന്നു മുതൽ ഞാൻ കൂട്ട് കിടന്നോളാം. ഓ സന്തോഷം എന്ന് പറഞ്ഞ് നൂർജഹാൻ അവൻ്റെ മൂക്കിലൊരു പിടുത്തം.
നൂറമോൾ എന്ന് കേൾക്കുമ്പോഴൊക്കെ ആബിദാണ് മനസ്സിൽ വരുന്നത്. ഇവനാണെങ്കിൽ ആബിദിൻ്റെ തനി പകർപ്പ്. അന്ന് രാത്രിയും ശക്തമായ മഴയുണ്ടായിരുന്നു. അവൻ പുതപ്പുമെടുത്ത് നൂറയുടെ അടുത്തേക്ക് ചെന്നു. ഈ തണുപ്പിക്ക് നൂറമോളെയും കെട്ടിപ്പിടിച്ച് കിടക്കാൻ തന്നെ നല്ല രസമാണ്. അയ്യടാ, അവളൊരു ചിരി പാസാക്കി. നൂർജഹാൻ വളരെ വേഗം ഉറക്കത്തിലേക്ക് മയങ്ങി വീണിരുന്നു. അവനൊട്ടും ഉറക്കം വന്നില്ല. പുറത്ത് മഴയുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. നൂർജഹാൻ വശത്തേക്ക് തിരിഞ്ഞു കിടന്ന് സുഖമായ ഉറക്കത്തിലാണ്. ഇടയ്ക്കിടെ അവർ ശ്വാസം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന നേരിയ ശബ്ദം ആ നിശബ്ദതയിൽ അവൻ വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു. ഇരുട്ട് പരന്ന മുറിയിൽ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ടുള്ള മിന്നൽ പിണറുകൾക്കായി അവൻ കാത്തിരുന്നു. നൂർജഹാനെ സൈഡിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ കിടന്നു. പിറ്റേന്ന് നബീലിന് അവധിയുള്ള ദിവസം. സാധാരണ അവധി ദിവസം വൈകിയാണ് എഴുന്നേൽക്കാറുള്ളതെങ്കിലും അന്ന് രാവിലെ തന്നെ അവൻ ഉണർന്നു. കുളി കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ നൂർജഹാൻ അടുക്കളയിൽ പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. അവൻ മെല്ലെ അടുക്കള ഭാഗത്തേക്ക് നടന്നു ചെന്നു. നൂറ ചായക്കപ്പുകൾ കഴുകി വെക്കുകയായിരുന്നു. അവൻ വരുന്നത് കണ്ടതും അവൾ തിരിഞ്ഞു നോക്കി. അവളുടെ മുഖത്ത് ആരും കാണാത്തൊരു തെളിച്ചവും പുഞ്ചിരിയും ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ പോകാനില്ലാത്തതുകൊണ്ട് ഇന്ന് പകൽ മുഴുവൻ അവൻ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന ചിന്ത അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം നിറച്ചു. ആഹാ, ഇന്ന് നേരത്തെ എഴുന്നേറ്റല്ലോ മുതലാളി. അവൾ അവനെ നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ പരിഹസിച്ചു. ഇന്ന് കോളേജിൽ പോകണ്ടല്ലോ ഉമ്മ, അതുകൊണ്ട് പതുക്കെ മതിയെല്ലാം. അവൻ അവളോട് കുറച്ചുകൂടി അടുത്തു നിന്നുകൊണ്ട് മറുപടി പറഞ്ഞു. ഉമ്മുമ്മയും വല്യുപ്പയും അപ്പുറത്തെ മുറിയിലായതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് സംസാരിക്കാമായിരുന്നു. അവൻ ഒളി കണ്ടിട്ട് അവളുടെ നൈറ്റിയുടെ സിബിലേക്കും അവളുടെ അവിടേക്കും നോക്കി. അവൻ്റെ ആ വിടർന്ന നോട്ടം കൃത്യമായി തൻ്റെ അവിടേക്കാണെന്ന് നൂർജഹാൻ നിമിഷ നേരം കൊണ്ട് തിരിച്ചറിഞ്ഞു. അവളിൽ വീണ്ടും ഒരു പെൺകുട്ടിയുടെ നാണം മുട്ടിട്ടെങ്കിലും ഉള്ളിൽ തോന്നിയ വന്യമായ സന്തോഷം മറച്ചു വയ്ക്കാൻ അവൾക്കായില്ല. അവൾ ചുറ്റുമൊന്ന് നോക്കി. ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഒരു ചെറു പുഞ്ചിരിയോടെ നബീലിൻ്റെ കൈത്തണ്ടയിൽ മെല്ലെ ഒന്ന് നുള്ളി. ഉപ്പ കാണൂടാ ചെക്ക, നീ ഇങ്ങനെ നോക്കാതെ. അവൾ പാതി വിലക്കോടെയും പാതി കൊതിയോടെയും വളരെ പതിഞ്ഞ സ്വരത്തിൽ മന്ത്രിച്ചു. ഉപ്പയൊക്കെ അപ്പുറത്തെ മുറിയിലാണ് എൻ്റെ നൂറമോളെ. ഞാൻ എല്ലാം നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നബീൽ ഒരു കള്ളച്ചിരിയോടെ അവളുടെ അരക്കെട്ടിലേക്ക് അല്പം കൂടി അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു. അവളുടെ ശരീരത്തിൽ നിന്നും ഉയർന്നു വന്ന സോപ്പിൻ്റെയും വിയർപ്പിൻ്റെയും ലഹരി പിടിപ്പിക്കുന്ന ഗന്ധം അവൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു. അവൻ്റെ ആ മറുപടിയും ചങ്കൂറ്റവും കേട്ടപ്പോൾ നൂർജഹാന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അവൾ അവനെ നോക്കി കണ്ണ് ചെറുതാക്കി വശ്യമായ ഭാവത്തിൽ ചോദിച്ചു. ആഹാ, അപ്പോൾ എവിടെ വെച്ചും എന്തും ചെയ്യോ എന്നായോ എൻ്റെ മോന്? അതൊക്കെ രാത്രി. ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കാതെ അങ്ങോട്ട് മാറിയിരിക്കും. നാണത്താൽ ചുവന്ന അവളുടെ ആ മുഖവും അതൊക്കെ പിന്നെ എന്ന് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ തിളങ്ങിയ കാമത്തിൻ്റെ ആ നിഗൂഢമായ സൂചനയും നബീലിൻ്റെ ഉള്ളിൽ വലിയൊരു ഉണർവാണുണ്ടാക്കിയത്. പകൽ മുഴുവൻ ഈ വലിയ വീട്ടിൽ തങ്ങൾ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിലുണ്ടെന്ന ചിന്ത ഇരുവരിലും വല്ലാത്തൊരു അസ്വസ്ഥതയും ആവേശവും ഒരേ സമയം നിറച്ചു. നൂർജഹാൻ പറഞ്ഞതുപോലെ നബീൽ അവിടുന്ന് മാറി അടുക്കളയിലെ ചെറിയ തടിയുടെ കസേരയിൽ വന്നിരുന്നു. അവിടെ ഇരുന്ന് അവൾ പത്തിരി പരത്തുന്നതും ഓരോ തവണ കൈകൾ ചലിപ്പിക്കുമ്പോഴും നൈറ്റിക്കുള്ളിൽ അവളുടെ താളത്തിലുള്ള ചലനവും അവൻ കൊതിയോടെ നോക്കിയിരുന്നു. നൂർജഹാൻ ഇടയ്ക്കിടെ അവനെ നോക്കി പുഞ്ചിരിക്കുകയും ആരും കാണാതെ ചുണ്ടുകൾ കടിച്ചു കാണിച്ച് അവനെ കൂടുതൽ ലഹരി പിടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഞായറാഴ്ചയുടെ ആ പ്രഭാതം മാളിക വീട്ടിൽ ഒരു പുതിയ കാമപർവത്തിന് തുടക്കമിടുകയായിരുന്നു. പെട്ടെന്ന് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കസേരയിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവൻ്റെ ഈ പെട്ടെന്നുള്ള പോക്ക് കണ്ട് ഇവനിത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യത്തോടെ നൂർജഹാൻ അവൻ പോകുന്ന വഴിയെ നോക്കി നിന്നു. അവൻ വളരെ പതുക്കെ നടന്ന് ആദ്യം ഉമ്മുമ്മയുടെ മുറിയിലൂടെ വാതിലിലൂടെ അകത്തേക്ക് നോക്കി. ഉമ്മുമ്മ കട്ടിലിൽ നല്ല ഉറക്കത്തിലായിരുന്നു. തുടർന്ന് ഉപ്പൂപ്പയെ നോക്കിയെങ്കിലും അദ്ദേഹത്തെ അവിടെ ഒന്നും കണ്ടില്ല.
അവൻ മെല്ലെ സിറ്റ് ഔട്ടിലേക്ക് നടന്നു. ഇനി അവിടെ ഇരുന്ന് പത്രം വായിക്കുവാണോ എന്ന് പരിശോധിച്ചെങ്കിലും അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ മുറ്റത്തേക്കിറങ്ങി നോക്കിയപ്പോഴാണ് ദൂരെ പാടവരമ്പിലൂടെ വടിയും കുത്തിപ്പിടിച്ച് ഒരാൾ നടന്നു പോകുന്നത് അവൻ കണ്ടത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് സാഹിബായിരുന്നു. അക്കരെയുള്ള ചായക്കട ലക്ഷ്യം വെച്ചാണ് മൂപ്പരുടെ പോക്ക്. അവിടെ ചെന്നിരുന്നാൽ പിന്നെ കൂട്ടുകാരോടൊപ്പം സൊറ പറഞ്ഞിരിക്കാൻ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും എടുക്കും. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞുപോയി. ഇനി ഈ വീട്ടയിൽ ഉമ്മയും ഞാനും മാത്രം. അവൻ മനസ്സിൽ ചില വന്യമായ കണക്കുകൂട്ടലുകളുമായി തിരികെ അടുക്കള ലക്ഷ്യമാക്കി നടന്നു. അടുക്കളയിൽ മടങ്ങിയെത്തിയ അവനെ കണ്ട് നൂർജഹാൻ ചോദിച്ചു, നീ ഇതെവിടെ വരെ പോയതാടാ? അവൻ മറുപടിയൊന്നും പറയാതെ മെല്ലെ അവളുടെ അരികിലേക്ക് നടന്നു ചെന്നു. ആരും പ്രതീക്ഷിക്കാത്ത വേഗതയിൽ അവൻ അവളുടെ അരക്കെട്ടിലൂടെ കൈകൾ ചുറ്റി തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. അവൻ്റെ ആ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ നൂർജഹാൻ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി. ഈ ചെക്കൻ ആരേലും കാണൂടാ, വിട്. അവൾ വല്ലാത്തൊരു നാണത്തോടെയും ഭയത്തോടെയും അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. ഇവിടെ ഇപ്പോൾ ആരും ഇല്ല എൻ്റെ നൂറമോളെ. ഉപ്പാപ്പ അക്കരെയുള്ള ചായക്കടയിലേക്ക് പോയി. വരാൻ 2 മണിക്കൂർ കഴിയും. വല്യമ്മ നല്ല ഉറക്കത്തിലുവാ. നബീൽ അവളുടെ ശരീരത്തിലേക്ക് ഒന്നുകൂടി വരിഞ്ഞു മുറുക്കിക്കൊണ്ട് കാതിൽ മന്ത്രിച്ചു. അവൻ അവളെ പിന്നിൽ നിന്നും മുഴുവനായും വാരിപ്പുണർന്നു. അവളെ തനിക്ക് മുന്നിൽ തിരിച്ചു നിർത്തി അവളുടെ കഴുത്തിലും തോളിലും ചുണ്ടുകൾ അമർത്തി ചുംബിച്ച് രസിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവൻ അവളോട് ചേർന്ന് പിന്നിലുരസുന്നത് നൂർജഹാൻ അറിയുന്നുണ്ടായിരുന്നു. ആ ചൂടിൽ അവളുടെ പ്രതിരോധങ്ങളെല്ലാം മെല്ലെ അലിഞ്ഞുപോയി. അതേസമയം തന്നെ അവൻ്റെ വലത് കൈ വഴി തെറ്റി സഞ്ചരിക്കാൻ തുടങ്ങി. ആ വന്യമായ സ്പർശനത്തിൻ്റെ അനുഭൂതി താങ്ങാനാവാതെ അവളുടെ ശരീരം വില്ലുപോലെ വളഞ്ഞുപോയി. സുഖത്തിൻ്റെ പരകോടിയിലേക്ക് അവൾ മെല്ലെ നീങ്ങിക്കൊണ്ടിരുന്നു. എങ്കിലും പകൽ വെളിച്ചത്തിൻ്റെ ഭയവും ആരെങ്കിലും പെട്ടെന്ന് കയറി വരുമോ എന്ന ചിന്തയും അവളുടെ മനസ്സിൽ ഒരു വശത്ത് വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കി. അവൾ കിതച്ചുകൊണ്ട് അവൻ്റെ കൈകളെ തടഞ്ഞു. മതി മതി നബീലേ, ഇപ്പം നിർത്ത്. ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ ആകെ പ്രശ്നമാകും. പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവൾ വല്ലാതെ ശ്വാസമെടുത്ത് പരിഭ്രമത്തോടെ പറഞ്ഞു. അവൾ വേഗത്തിൽ അവനെ തന്നിൽ നിന്നും തള്ളി മാറ്റി തിരികെ തൻ്റെ ജോലികളിലേക്ക് പ്രവേശിച്ചു. ശരീരത്തിൽ പടർന്ന ലഹരി പാതി വഴിയിൽ നിലച്ചതിൻ്റെ ചെറിയൊരു നിരാശയോടെ നബീൽ മെല്ലെ മുകളിൽ തൻ്റെ മുറിയിലേക്ക് നടന്നുപോയി. അവൻ പോയതോടെയാണ് നൂർജഹാന് ശരിക്കും ശ്വാസം നേരെ വീണത്. അവൾ തോളിൽ നൈറ്റി ഒതുക്കിയിട്ടുകൊണ്ട് ഒരു വലിയ ദീർഘശ്വാസം എടുത്തു. എന്തൊക്കെ ഈ ചെക്കൻ ചെയ്യുന്നത്? ഒരു മടിയുമില്ലാതെ. അവൾ തൻ്റെ വിറയ്ക്കുന്ന കൈകളിലേക്ക് നോക്കി മനസ്സിൽ കരുതി. ആ ഭയത്തിനിടയിലും അവൻ തന്നിൽ അവശേഷിപ്പിച്ചു പോയ ആ സ്പർശനത്തിൻ്റെ ചൂട് അവളുടെ ഉള്ളിൽ അപ്പോഴും ഒരു കുളിരായി പടരുന്നുണ്ടായിരുന്നു. സമയം ഉച്ചയ്ക്ക് 1:30 പുറത്തു വെയിൽ നല്ല പോലെ കനത്തു വന്നിരുന്നു. അടുക്കളയിലെ പണികളെല്ലാം തീർത്ത് നൂർജഹാൻ എല്ലാവരെയും ഉച്ചഭക്ഷണം കഴിക്കാനായി വിളിച്ചു. അവൾ വല്യുപ്പയ്ക്കും വല്യമ്മയ്ക്കും പ്ലേറ്റുകളിൽ ചോറും കറികളും വിളമ്പി നൽകിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നബീൽ പടവുകൾ ഇറങ്ങി വന്ന് ആരുടെയും മുഖത്ത് നോക്കാതെ കസേരയിൽ വന്നിരുന്നു. നൂറ അവന് ചോറ് വിളമ്പാനായി തവിയെടുത്തുകൊണ്ട് അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ കൈകാട്ടി അവളെ വിലക്കി. വേണ്ട, ഞാൻ വിളമ്പിക്കോളാം, വളരെ തണുത്ത സ്വരത്തിൽ അവൻ പറഞ്ഞു. അവൻ്റെ ആ മുഖഭാവത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും രാവിലെ അടുക്കളയിൽ വെച്ച് പാതി വഴിയിൽ നിർത്തിപ്പോകേണ്ടി വന്നതിൻ്റെ ചെറിയൊരു നീരസം അവൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടെന്ന് അവൾക്ക് കൃത്യമായി മനസ്സിലായി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ മനഃപൂർവ്വം അവളുടെ നേർക്ക് നോക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ആ കുട്ടിക്കളി പോലുള്ള പിണക്കം കണ്ടപ്പോൾ അവൾക്കുള്ളിൽ വല്ലാത്ത ചിരിയാണ് വന്നത്. അവൾ ആ ചിരി പുറത്ത് കാണിക്കാതെ ഒതുക്കി പിടിച്ചു. ഭക്ഷണത്തിനിടയിൽ ഒരു നിമിഷം നബീൽ അറിയാതെ തൻ്റെ കണ്ണുകൾ മെല്ലെ ഉയർത്തി അവൾക്ക് നേരെ നോക്കി. അവൻ നോക്കുന്നത് കൃത്യമായി കാത്തിരുന്ന നൂർജഹാൻ വല്യുപ്പയും വല്യമ്മയും കാണാത്ത രീതിയിൽ അവനെ നോക്കി ഒരു കള്ളച്ചിരിയോടെ കണ്ണിരുട്ടി കോക്രി കാണിച്ചു.
അവളുടെ ആ വികൃതി കണ്ടതും അവൻ്റെ ഉള്ളിൽ നല്ല ദേഷ്യം ഇരച്ചു കയറി. എങ്കിലും മുതിർന്നവരുടെ മുൻപിലായതുകൊണ്ട് പുറത്ത് കാണിക്കാൻ കഴിയാതെ അവൻ ദേഷ്യം കടിച്ചിറക്കി വേഗത്തിൽ ചോറ് വാരിത്തിന്ന് എഴുന്നേറ്റു. ആഹാ, ഇത്രയും വേഗം നീ കഴിച്ചു നിർത്തിയോ? കുറച്ച് ചോറും കൂടി ഇടട്ടടാ മോനെ. അവൾ അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ എന്നോണം സ്നേഹത്തോടെ ചോദിച്ചു. വേണ്ട, മതി, ഇന്ന് കറികൾക്കൊന്നും ഒരു രസവും ഇല്ല. വളരെ ഗൗരവത്തിൽ അത്രയും പറഞ്ഞ് അവൻ കൈ കഴുകാനായി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അവൻ്റെ ആ പോക്ക് നോക്കി നൂർജഹാൻ മനസ്സിൽ പറഞ്ഞു, ആഹാ, ഇപ്പം നിനക്കെൻ്റെ കറികളൊന്നും പറ്റാതായി അല്ലേടാ ചെക്ക. നിനക്കുള്ളത് ഞാൻ രാത്രി തരുന്നുണ്ട്, കാണിച്ചു തരാം. അവളുടെ ചുണ്ടുകളിൽ ഒരു നിഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് വിശ്രമിക്കാനായി മടങ്ങി. വലിയ വീട് വീണ്ടും ഒരു ഉച്ചമയക്കത്തിൻ്റെ നിശബ്ദതയിലേക്ക് വഴിമാറി. ഉച്ച കഴിഞ്ഞുള്ള ജോലികളെല്ലാം വേഗത്തിൽ ഒതുക്കി തീർത്ത് നൂർജഹാൻ മെല്ലെ മുകളിലെ നിലയിലേക്ക് നടന്നു. മനസ്സ് നിറയെ താഴത്തെ നിലയിൽ വെച്ച് നബീൽ കാണിച്ച ആ കൊച്ചു പിണക്കത്തിൻ്റെ ഓർമ്മകളായിരുന്നു. അവൾ അവൻ്റെ മുറിയുടെ അരികിലെത്തി പതിയെ വാതിൽ തുറന്നു. കട്ടിലിൽ കിടക്കുകയായിരുന്ന നബീൽ അവൾ അകത്തേക്ക് വന്നതറിഞ്ഞിട്ടും ഒന്നും ശ്രദ്ധിക്കാത്തതുപോലെ അവൻ മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നു. അവളൊരു നേർത്ത പുഞ്ചിരിയോടെ അകത്ത് കയറി വാതിൽ ഭദ്രമായി അടച്ചു. എന്നിട്ട് മെല്ലെ നടന്ന് അവൻ്റെ അരികിലായി കട്ടിലിൻ്റെ ഒരു അരികിലിരുന്നു. അയ്യോ, എൻ്റെ മോൻ ഇവിടെ പിണങ്ങി കിടക്കുവാണോ? അവളൊന്ന് കളിയാക്കുന്ന ഭാവത്തിൽ അവനെ നോക്കി ചോദിച്ചു. എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല. അവൻ തിരിഞ്ഞു കിടന്നുകൊണ്ട് തന്നെ അല്പം ഗൗരവത്തിൽ മറുപടി നൽകി. അവൾ മെല്ലെ കൈനീട്ടി അവനെ തൻ്റെ നേർക്ക് തിരിച്ചു പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി. നീ എന്താടാ ഇങ്ങനെ? നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ പരിസരം മറന്ന് എന്തെങ്കിലും ചെയ്തിട്ട് ആരെങ്കിലും ഒന്ന് കണ്ടാൽ എല്ലാം അവിടെ തീർന്നില്ലേ? ഒരു നെടുവീർപ്പോടെ അവൾ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നിട്ടവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ശബ്ദം കൂടുതൽ താഴ്ത്തി ആർദ്രമായി പറഞ്ഞു, നിനക്കുള്ളതിനേക്കാൾ ആഗ്രഹവും കൊതിയും ഈ ഉള്ളിലുണ്ടടാ എനിക്ക്. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ പടർന്ന ആ വന്യമായ കാമത്തിൻ്റെ തിളക്കം അവൻ വ്യക്തമായി കണ്ടു. ആ വാക്കുകൾ പൂർത്തിയായതും അവൾ അവനിലേക്ക് ആഞ്ഞു ചെന്ന് അവൻ്റെ കവിളുകളിലും കഴുത്തിലും മാറി മാറി ഉമ്മകൾ കൊണ്ട് മൂടാൻ തുടങ്ങി. ആ പെട്ടെന്നുള്ള സ്നേഹപ്രകടനത്തിൽ അവൻ്റെ ഉള്ളിലെ ദേഷ്യം എല്ലാം ഒലിച്ചുപോയി. അവൻ അവളെ തന്നിലേക്ക് ശക്തമായി വരിഞ്ഞു പുണർന്നു. കുറച്ചു നിമിഷങ്ങൾ ആ കെട്ടിപ്പിടുത്തത്തിൽ ലയിച്ചു നിന്ന ശേഷം നൂർജഹാൻ പെട്ടെന്ന് അവനിൽ നിന്നും അടർന്നു മാറി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അല്പം കൃത്രിമമായ ദേഷ്യം അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്കെൻ്റെ കറികൾക്കൊന്നും ഇന്ന് രുചിയില്ല അല്ലേടാ തെമ്മാടി? അത് കേട്ടപ്പോൾ അവന് ചിരി അടക്കാനായില്ല. അത് പിന്നെ അടുക്കളയിൽ വെച്ച് ഉമ്മ എന്നോട് അങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നതുകൊണ്ടാണ്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ പിന്നെ ഈ കറിക്ക് എന്തെങ്കിലും രുചിയുണ്ടോ എന്ന് നോക്കടാ. ഒരു കള്ളച്ചിരിയോടെ അവൾ തൻ്റെ നൈറ്റി മെല്ലെ മുകളിലേക്ക് ഉയർത്തി ഒരു കാല് കട്ടിലിന് മുകളിലേക്ക് കയറ്റി വെച്ചു. അവൾ ഒരു നല്ല കുസൃതി കാണിച്ചു. അവൻ ഒരു നിമിഷം വാ പൊളിച്ചുപോയി. ഉമ്മയിൽ നിന്നും ഇങ്ങനെ ഒരു നീക്കം അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. തൻ്റെ ഈ ഭാവം കണ്ട് അവൻ ഒറ്റയടിക്ക് അതിലേക്ക് വീഴുമെന്ന് അവൾ കരുതിയെങ്കിലും അവൻ അതൊക്കെ ആസ്വദിക്കുകയായിരുന്നു. അവൻ മെല്ലെ കട്ടിലിൽ നിന്നും മുന്നോട്ട് നീങ്ങി തൻ്റെ മുഖം അവളുടെ അരികിലേക്ക് കൊണ്ടുവന്നു. ശേഷം നല്ലൊരു റൊമാൻസിലേക്ക് നീങ്ങുകയായിരുന്നു. അവൻ ഒട്ടും ധൃതി കൂട്ടാതെ വേണ്ടുവോളം സമയമെടുത്ത് ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്നു. നബീലിൻ്റെ വന്യമായ പ്രവൃത്തികൾ ഒരേ സമയം അനുഭവിച്ചപ്പോൾ അവൾക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. അവൾ ആ കട്ടിലിൻ്റെ തലയ്ക്കൽ പിടിച്ച് ശരീരം വില്ലുപോലെ വളച്ച് പുളഞ്ഞു മറിഞ്ഞു. അറയ്ക്കൽ വീട്ടിലെ ആ ഉച്ച തിരിഞ്ഞ സായാഹ്നത്തിൽ പുറത്തെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ മുറിക്കുള്ളിൽ നൂർജഹാനും നബീലും കാമലഹരിയുടെ ആഴങ്ങളിൽ പൂർണ്ണമായും ആറാടുകയായിരുന്നു. പെട്ടെന്നാണ് താഴത്തെ നിലയിൽ നിന്നും ഉമ്മുമ്മയുടെ പരിഭ്രമം നിറഞ്ഞ ആ വിളി ഉയർന്നത്. നൂറാ, നൂറാ! കാമലഹരിയുടെ അത്യുന്നതയിൽ ആറാടി നിന്ന നൂർജഹാൻ ആ അപ്രതീക്ഷിത ശബ്ദം കേട്ട് ആകെ ഞെട്ടിത്തരിച്ചുപോയി.
ഭയത്തിൻ്റെ ഒരു തണുത്ത മിന്നൽ അവളുടെ ശരീരത്തിലൂടെ പാഞ്ഞുപോയി. അവൾ ഒട്ടും വൈകാതെ അവനെ തന്നിൽ നിന്നും ശക്തമായി തള്ളിമാറ്റി. ഉമ്മുമ്മയുടെ ആ വിളി അവളെ ഒരു നിമിഷം കൊണ്ട് കടുത്ത ഭയത്തിൻ്റെ മുനയിലാണ് നിർത്തിയത്. "ഡാ മതി, നിർത്ത്!" അവളെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് വെപ്രാളത്തോടെ പറഞ്ഞു. "എന്താണുമ്മ ഇത്?" സുഖത്തിൻ്റെ ലഹരി പാതി വഴിയിൽ മുറിഞ്ഞതിൻ്റെ നിരാശയിൽ നബീൽ ചെറുതായി ചിണുങ്ങി. "താഴെ ഉമ്മുമ്മ വിളിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല, വല്ല വല്ലായ്മയും പറ്റിയോ എന്ന് നോക്കട്ടെ." അവൾ വലിഞ്ഞു മുറുകിയ മുഖത്തോടെയും വെപ്രാളത്തോടെയും തൻ്റെ നൈറ്റ് ശരിയാക്കി തിരിഞ്ഞു നടന്നു. അവൻ ആകെ നിരാശനായി കട്ടിലേക്ക് മറിഞ്ഞു വീണു. ഈ ഉമ്മുമ്മയ്ക്ക് വിളിക്കാൻ കണ്ട നേരം! അവൻ തൻ്റെ നെറ്റിയിൽ കൈവച്ച് ദേഷ്യത്തോടെ മനസ്സിൽ ഓർത്തു. നൂർജഹാൻ മുറിയുടെ വാതിൽ തുറന്നോടിപ്പോയി ഗോവണിപ്പടികൾ വലിഞ്ഞ് തുരുതുരാ ഇറങ്ങി താഴെ എത്തി. അവൾ നേരെ ഉമ്മുമ്മയുടെ മുറിയിലേക്ക് പാഞ്ഞു കയറി. അവിടെ കണ്ട കാഴ്ച അവളുടെ ചോര ഉറപ്പിച്ചു കളഞ്ഞു. സാഹിബ് കട്ടിലിൽ നിന്നും താഴെ തറയിൽ വീണ് കിടക്കുകയായിരുന്നു. "എന്താണുമ്മ പറ്റിയത്?" അവൾ വല്ലാത്ത വേവലാതിയോടെയും സങ്കടത്തോടെയും ഉമ്മുമ്മയോട് ചോദിച്ചു. അബൂബക്കർ സാഹിബിൻ്റെ ആ കിടപ്പ് കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധവും സങ്കടവും ഇരച്ചു കയറി. തങ്ങൾ മുകളിൽ ലഹരിയിലായിരുന്ന സമയത്താണല്ലോ ഉപ്പയുടെ വീണ് കിടന്നതെന്ന ചിന്ത അവളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി. "ഒന്നുമില്ല മോളെ, ഞാൻ ഉറക്കത്തിൽ നിന്നും മെല്ലെ ഒന്ന് തിരിഞ്ഞു കിടന്നപ്പോൾ കട്ടിലിൻ്റെ വശത്ത് നിന്നും താഴേക്ക് മറിഞ്ഞു വീണതാ. വീഴ്ചയിൽ ഇടത് കൈ ഒന്ന് കുത്തി. നല്ല ഉളുക്കൊണ്ടെന്ന് തോന്നുന്നു. ചെറിയ വേദനയുണ്ട്." സാഹിബ് തൻ്റെ കൈ തിരുമ്മിക്കൊണ്ട് വേദനയോടെ പറഞ്ഞു. പ്രായമായ ഉമ്മൂമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്ന് ശങ്കിച്ച് നിൽക്കുകയായിരുന്നു. നൂർജഹാൻ ഒട്ടും സമയം കളയാതെ വേഗം മുറിക്ക് പുറത്തിറങ്ങി ഗോവണിയുടെ ചുവട്ടിൽ ചെന്ന് മുകളിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. "നബീലേ, വേഗം താഴേക്ക് വാടാ." അവളുടെ നിർത്താതെയുള്ള ആ വെപ്രാളം നിറഞ്ഞ വിളി കേട്ടപ്പോൾ അവനും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. അവൻ തൻ്റെ വസ്ത്രങ്ങൾ ശരിയാക്കി അല്പം പരിഭ്രമത്തോടെ വേഗത്തിൽ പടികൾ ഇറങ്ങി താഴേക്ക് വന്നു. "എന്താണുമ്മ, എന്താ പറ്റിയത്?" അവൻ ചോദിച്ചു. "എടാ, ഉപ്പുപ്പ കട്ടിലിൽ നിന്ന് താഴെ വീണു. കൈക്ക് നല്ല ഉളുക്കൊണ്ടെന്ന് തോന്നുന്നു. വേദന എടുക്കുന്നുണ്ട്. നീ ഒട്ടും സമയം കളയാതെ പോയൊരു വണ്ടി ഒപ്പിച്ചു വാ. നമുക്ക് വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകാം." അവൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. അവൻ വേഗം മുറിക്കുള്ളിൽ ചെന്ന് പണിക്കാരും മറ്റും ചേർന്ന് ഉപ്പുപ്പാനെ താങ്ങിപ്പിടിച്ച് കട്ടിലിരുത്തി. അതിനുശേഷം അവൻ നേരെ കവലയിലേക്ക് ലക്ഷ്യമാക്കി ഓടി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാകും അവനൊരു ടാക്സി കാറുമായി മുറ്റത്തേക്ക് പാഞ്ഞു വന്നു. അവരെല്ലാം ചേർന്ന് ഉപ്പുപ്പയെ ഇരുവശത്ത് നിന്നും മെല്ലെ താങ്ങിപ്പിടിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു കാറിൻ്റെ പിൻസീറ്റിലിരുത്തി. ഉമ്മുമ്മ ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്കാവുമെന്നതുകൊണ്ടും അവരെ നോക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ടും നൂർജഹാൻ ഇത്തവണ കൂടെ കയറിയില്ല. "മോനെ, നീ സൂക്ഷിച്ചു കൊണ്ടുപോണേ," അവൾ അവനോട് പറഞ്ഞു. അവൻ കാറിൻ്റെ മുൻസീറ്റിൽ കയറിയിരുന്നതും ഡ്രൈവർ വണ്ടി ജില്ലാ ആശുപത്രി ലക്ഷ്യമാക്കി വേഗത്തിൽ വിട്ടു. കാറ് പടിയിറങ്ങാൻ പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ നൂർജഹാൻ്റെ മനസ്സിൽ വലിയൊരു ഭയവും ഉത്കണ്ഠയും ബാക്കിയായിരുന്നു. നേരം നന്നായി ഇരുട്ടിയിരുന്നു. ആലുവായിലെ ആ വലിയ വീടിന് ചുറ്റും രാത്രിയുടെ കനത്ത നിശബ്ദത പടർന്നു പിടിച്ചു. സമയം കടന്നു പോകുന്തോറും അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയും ഭയവും നിറഞ്ഞു നിന്നു. അതുവരെ നബീലിനൊപ്പം അനുഭവിച്ച കാമത്തിൻ്റെ എല്ലാ സുഖങ്ങളും ലഹരിയും ആ നിമിഷത്തിൽ അവൾ പൂർണ്ണമായും മറന്നിരുന്നു. തങ്ങൾ മുകളിൽ ആനന്ദത്തിൽ മുഴുകിയിരുന്ന സമയത്താണ് താഴെ ആ വൃദ്ധൻ വീണ് കിടന്നതെന്ന ചിന്ത ഒരു വലിയ കുറ്റബോധമായി അവളുടെ മനസ്സിനെ കുത്തി നോവിച്ചു. "ഉപ്പാക്കിനി വല്ലതും കുഴപ്പം പറ്റിയാൽ എനിക്ക് സഹിക്കില്ല." അവൾ ജനാലപ്പടിയിൽ പിടിച്ച് പുറത്തിരട്ടിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഉമ്മുമ്മയും അരികിലിരുന്ന് പ്രാർത്ഥനയിലായിരുന്നു. സമയം ഏകദേശം രാത്രി 8 മണിയോടടുത്തിട്ടുണ്ടാകും. പെട്ടെന്നാണ് മുറ്റത്ത് വന്നു നിന്ന ടാക്സിക്കാരൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം ജനാലയിലൂടെ അകത്തേക്കടിച്ചത്. വണ്ടിയുടെ ശബ്ദം കേട്ടതും നൂർജഹാൻ ഉമ്മറത്തേക്ക് ഓടിച്ചെന്ന് വാതിൽ തുറന്നു. കാറിൻ്റെ പിൻവശത്തെ വാതിൽ തുറന്ന് നബീൽ ആദ്യം പുറത്തിറങ്ങി. അതിനുശേഷം അവൻ വളരെ ശ്രദ്ധയോടെ സാഹിബിനെ കൈകളിൽ താങ്ങിപ്പിടിച്ച് കാറിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ സഹായിച്ചു.
ഹാജിയാരുടെ ഇടത് കൈയിൽ വെള്ള നിറത്തിലുള്ള പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് ആ ഇരുട്ടിലും വ്യക്തമായി കാണാമായിരുന്നു. എന്ത് പറഞ്ഞു ഡോക്ടർ? വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ? നൂർജഹാൻ വല്ലാത്ത വേവലാതിയോടെയും ശ്വാസം അടക്കി പിടിച്ചും അവൻ്റെയും ഉപ്പൂപ്പൻ്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. അവളുടെ ആ പരിഭ്രമം കണ്ടപ്പോൾ അബൂബക്കർ സാഹിബ് തളർന്ന സ്വരത്തിൽ ഒരു നേർത്ത പുഞ്ചിരിയോടെ മറുപടി നൽകി. ഒന്നുമില്ല മോളെ, നീ ഇങ്ങനെ പേടിക്കാൻ മാത്രം വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു വിരലിന് ചെറിയൊരു ഉളുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഒരു പ്ലാസ്റ്റർ ഇട്ട് തന്നെന്ന് മാത്രം. കുറച്ച് ദിവസം അനങ്ങാതെ സൂക്ഷിച്ചാൽ മതി. അതെ ഉമ്മ, പേടിക്കാനൊന്നുമില്ല. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയതാ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നബീൽ ഉപ്പുപ്പായെ താങ്ങി പിടിച്ചുകൊണ്ട് അവളുടെ ആശങ്കകൾ പൂർണ്ണമായും മാറ്റി. അത് കേട്ടപ്പോഴാണ് നൂർജഹാൻ്റെ നെഞ്ചിൽ നിന്നും വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നിയത്. അവൾക്ക് വല്ലാത്ത ആശ്വാസമായി. സാഹിബിനെ മുറിയിൽ സുരക്ഷിതമായി കിടത്തിയ ശേഷം നബീലും നൂർജഹാനും തിരികെ ഹാളിലേക്ക് നടന്നു. മുൻപിൽ നടക്കുകയായിരുന്ന നൂർജഹാൻ്റെ വണ്ണമുള്ള പിന്നിൽ പിറകിൽ നിന്നും വന്ന നബീൽ ആരും കാണാത്ത വേഗതയിൽ തൻ്റെ വലത് കൈപ്പത്തി അമർത്തി ശക്തമായി ഒന്ന് തടവി. തലേ ദിവസത്തെയും ഉച്ചയ്ക്കത്തെയും ലഹരിയുടെ ബാക്കി പത്രം എന്നോണമായിരുന്നു അവൻ്റെ ആ പെട്ടെന്നുള്ള സ്പർശനം. അവൻ്റെ ആ വികൃതിയിൽ നൂർജഹാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഉപ്പുപ്പാൻ്റെ മുറിയിൽ നിന്നും ആരും നോക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി അവൾ അവൻ്റെ കൈത്തണ്ടയിൽ നോക്കി നല്ലൊരു നുള്ളു വെച്ചു കൊടുത്തു. നിനക്കിപ്പോഴും ഒരു നാണവും അടക്കവും ഇല്ലല്ലോടാ എന്ന മട്ടിൽ അവൾ കണ്ണുരുട്ടിയപ്പോൾ അവൻ തൻ്റെ കൈ തിരുമ്മിക്കൊണ്ട് അവളെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. ആ നുള്ളിലും പരിഭവത്തിലും പകൽ മുഴുവൻ തങ്ങൾ അനുഭവിച്ച ആ വന്യമായ അടുപ്പത്തിൻ്റെ ആഴം വീണ്ടും അവരുടെ ഉള്ളിൽ സജീവമാവുകയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ സമയമാകുന്നേ ഉള്ളൂ, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് നബീൽ ബാത്റൂമിലേക്ക് നടന്നു. പകലത്തെ ഓട്ടപ്പാച്ചിലിൻ്റെ ക്ഷീണവും മനസ്സിലെ ആവേശവും മാറ്റാൻ അവൻ വിശദമായി തന്നെ കുളിച്ചു. കുളി കഴിഞ്ഞ് മുറിയിലെത്തി വസ്ത്രം മാറുമ്പോഴും താഴെ മേശപ്പുറത്ത് ഭക്ഷണം തയ്യാറായിരുന്നു. ഇന്ന് രാത്രി തങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ തന്നെ അവൻ്റെ യൗവനം വല്ലാതെ ഉണർന്നു. ഉമ്മ എന്ന് ശരിക്കും സ്വർഗം കാണിക്കണം എന്ന ദൃഢനിശ്ചയത്തോടെ അവൻ പടവുകൾ ഇറങ്ങി താഴേക്ക് വന്നു. വല്യുപ്പായും ഉമ്മുമ്മയും പതിവ് പോലെ ശാന്തമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നു. നബീലിൻ്റെ ശരീരം അവിടെ ആയിരുന്നെങ്കിലും അവൻ്റെ മനസ്സ് വരാനിരിക്കുന്ന രാത്രിയുടെ മധുരമുള്ള ഓർമ്മകളിലും പ്രതീക്ഷകളിലുമായിരുന്നു. അവൻ വേഗത്തിൽ ഭക്ഷണം കഴിച്ച് തീർത്ത് മുകളിലെ മുറിയിലേക്ക് നടന്നു. അതിനിടയിൽ ഡൈനിങ് ടേബിളിലെ പാത്രങ്ങളും എടുത്ത് വെക്കുകയായിരുന്നു. നൂർജഹാൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ഒരു കള്ളച്ചിരി ചിരിച്ചു. ആ ഒരൊറ്റ നോട്ടത്തിലും ചിരിയിലും അവൻ തന്നെ മുകളിലേക്ക് മാടി വിളിക്കുകയാണെന്ന് നൂർജഹാന് കൃത്യമായി മനസ്സിലായി. അവളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളുടെ വശ്യമായ മുട്ടുകൾ വിരിഞ്ഞു തുടങ്ങിയിരുന്നു. സമയം 10:30 ഉമ്മുമ്മയും വല്യപ്പയും അവരവരുടെ മുറികളിൽ ഉറങ്ങാൻ കിടന്നു എന്നുറപ്പ് വരുത്തിയ ശേഷം അവൾ താഴത്തെ ലൈറ്റുകളെല്ലാം ഓരോന്നായി ഓഫ് ചെയ്തു. ഇരുട്ടിൽ മെല്ലെ ഗോവണിപ്പടികൾ കയറി അവൾ മുറിയിലേക്ക് നടന്നു. അവൾ നേരെ നബീലിൻ്റെ മുറിയുടെ മുന്നിലെത്തി വാതിൽ തുറന്നു. അവനെ നോക്കി ഒരു കള്ളച്ചിരിയോടെ കണ്ണുകൾ കൊണ്ട് തൻ്റെ മുറിയിലേക്ക് വരാൻ ആംഗ്യം കാണിച്ച ശേഷം അവൾ തൻ്റെ മുറിയിലേക്ക് നടന്നു. അവൻ വല്ലാത്തൊരു സന്തോഷത്തോടെ കട്ടിലിലെ പുതപ്പും കൈക്കലാക്കി ഒരു ഷോർട്സ് മാത്രം ധരിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് ചെന്നു. അവൾ കട്ടിലിൽ അവനെ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. അവൻ നേരെ ചെന്ന് പുതപ്പ് കട്ടിലിലേക്കിട്ട് അവളുടെ അരികിലായിരുന്നു. ഒട്ടും സമയം കളയാതെ അവൻ അവളെ 2 കൈകൾ കൊണ്ടും ആലിംഗനം ചെയ്തു. അവളുടെ ചുണ്ടുകളിൽ ആഴത്തിലൊരു ചുംബനം നൽകി. നിൽക്ക്, അവൾ അവനെ മെല്ലെ തടഞ്ഞു. എടാ, ഞാൻ കുളിച്ചിട്ടില്ല. പകൽ മുഴുവൻ പണിയെടുത്തുകൊണ്ട് ദേഹം അപ്പടി അഴുക്കാണ്. ആകെ വിയർപ്പ് നാറുന്നുണ്ടാകും. അവൻ അവളുടെ മുഖം തൻ്റെ 2 കൈകളിലും കോരിയെടുത്ത് കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അതിനിപ്പോൾ എന്താ ഉമ്മ? ഉമ്മയുടെ ഈ വിയർപ്പിൻ്റെ മണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ ചെക്കൻ അവളുടെ ഉള്ളം കുളിർത്തു. അവൾ അവൻ്റെ കവിളിൽ ആർദ്രമായൊരുമ്മ നൽകി.
അവൻ അവളെ കൂടുതൽ ശക്തിയോടെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ തുടങ്ങി. പിന്നീട് അവൻ്റെ കൈകൾ അവളുടെ നൈറ്റിയുടെ സിബിലേക്ക് നീണ്ടു. ക്ലോക്കിലെ ടിക് ടിക് ശബ്ദവും അവരുടെ സീൽക്കാര ശബ്ദങ്ങളും മാത്രമായി ആ മുറിയിൽ. ഉച്ചയ്ക്ക് നടക്കാതെ പോയതെല്ലാം നബീൽ പൂർത്തീകരിച്ചു. അതിനുശേഷം രണ്ടുപേരും വിയർത്ത് കുളിച്ച് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടി ആ കട്ടിലിൽ തളർന്നു കിടന്നു. പരസ്പരം കെട്ടിപ്പിടിച്ച് അവർ ചുണ്ടുകളിൽ ആർദ്രമായി ചുംബിച്ചു. നീ ഇന്ന് എന്നെ ശരിക്കും സ്വർഗം കാണിച്ചു തന്നു മോനെ. ഇങ്ങനെയൊരു സുഖം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. അവൾ അവൻ്റെ നെഞ്ചിൽ തലോടിക്കൊണ്ട് അവനെ വല്ലാതെ പുകഴ്ത്തി സംസാരിച്ചു. ആ രാത്രിയുടെ നിശബ്ദതയിൽ അവർ രണ്ടുപേരും പരസ്പരം വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ച് ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് രാവിലെ വീട്ടിലേക്ക് ജനൽപ്പടികൾക്കിടയിലൂടെ വെളിച്ചം അരിച്ചെത്തുമ്പോൾ പുറത്ത് പക്ഷികളുടെ നേർത്ത ശബ്ദം കേൾക്കാമായിരുന്നു. അവന് വീണ്ടും കോളേജിലേക്ക് പോകേണ്ട ദിവസമാണ്. നബീൽ മെല്ലെ കണ്ണുകൾ തുറന്നപ്പോൾ നൂർജഹാൻ തൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി ഒരു കൈ അവൻ്റെ അരക്കെട്ടിലൂടെ ഇട്ട് ശാന്തമായി ഉറങ്ങുന്നത് അവൻ കണ്ടു. രാത്രിയിലെ സുന്ദരമായ നിമിഷങ്ങളുടെ ക്ഷീണവും തളർച്ചയും അവളുടെ ആ വെളുത്ത മുഖത്ത് വ്യക്തമായിരുന്നു. നഗ്നമായ അവളുടെ തോളിലേക്ക് വീണ് കിടന്ന മുടിയിഴകളെ നബീൽ മെല്ലെ മാറ്റി അവളുടെ നെറ്റിയിൽ ആർദ്രമായൊരു ചുംബനം നൽകി. ആ സ്പർശനത്തിൽ നൂർജഹാൻ മെല്ലെ കണ്ണുകൾ തുറന്നു. മുന്നിൽ പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന നബീലിനെ കണ്ടപ്പോൾ അവളുടെ ചുണ്ടുകളിൽ ഒരു മനോഹരമായ ചിരി വിരിഞ്ഞു. അവൾ എഴുന്നേൽക്കാൻ തുനിഞ്ഞെങ്കിലും അവൻ അവളെ വീണ്ടും തന്നിലേക്ക് വരിഞ്ഞു മുറുക്കി കിടത്തി. എടാ വിട്, നേരം വെളുത്തു. എനിക്ക് താഴെ പോയി ഉമ്മക്കും ഉപ്പക്കും ചായയും ഭക്ഷണവും ഉണ്ടാക്കണം. നിനക്ക് പോകേണ്ടതുമല്ലേ? അവൾ കൊഞ്ചലോടെ മന്ത്രിച്ചു. അതിനൊക്കെ ഇനിയും സമയമുണ്ട് ഉമ്മ. കുറച്ചു നേരം കൂടി ഇങ്ങനെ കിടക്കാം. അവൻ അവളുടെ കഴുത്തിലെ വിയർപ്പിൻ്റെ നേർത്ത ഗന്ധം ശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ഒരു കൈ മെല്ലെ പുതപ്പിനുള്ളിലൂടെ അവളുടെ വണ്ണമുള്ള തുടകളിൽ തഴുകി മുകളിലേക്ക് നീങ്ങി. ഈ ചെക്കൻ ഇപ്പോഴും ഒരു അടക്കവും ഇല്ലല്ലേ എന്ന് പറഞ്ഞ് നൂർജഹാൻ അവൻ്റെ കവളിൽ മെല്ലെ നുള്ളി. എങ്കിലും അവളുടെ ശരീരം വീണ്ടും അവനിലേക്ക് അലിഞ്ഞു ചേർന്നു. രാവിലെ കട്ടിലിൽ വെച്ചുള്ള ആ നേർത്ത സ്പർശനങ്ങളും ചുംബനങ്ങളും അവരുടെ ഉള്ളിൽ ഒരു പുതിയ ഉണർവ് സമ്മാനിച്ചു. കുറച്ച് സമയം കട്ടിലിൽ അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്ന ശേഷം നൂർജഹാൻ മെല്ലെ എഴുന്നേറ്റ് തൻ്റെ വസ്ത്രങ്ങളെല്ലാം ഭദ്രമായി ധരിച്ചു. നീ വേഗം എഴുന്നേറ്റ് കുളിക്കാൻ നോക്ക്, ഞാൻ താഴെ ചായ റെഡിയാക്കാം എന്ന് പറഞ്ഞ് അവൾ ഒരു കള്ളനോട്ടത്തോടെ മുറിക്ക് പുറത്തേക്ക് നടന്നു. നബീൽ നിറഞ്ഞ സന്തോഷത്തോടെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. കുറച്ച് സമയം കട്ടിലിൽ അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്ന ശേഷം നൂറ മെല്ലെ എഴുന്നേറ്റ് തൻ്റെ വസ്ത്രങ്ങളെല്ലാം ഭദ്രമായി ധരിച്ചു. നീ വേഗം എഴുന്നേറ്റ് കുളിക്കാൻ നോക്ക്, ഞാൻ താഴെ ചായ റെഡിയാക്കാം. അബൂബക്കർ സാഹിബിന് കയ്യിന് വയ്യാത്തതുകൊണ്ട് മൂപ്പരിനി കുറച്ച് ദിവസത്തേക്ക് അവരുടെ സ്ഥാപനങ്ങളിൽ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് മുഴുവൻ ഉത്തരവാദിത്തങ്ങളും നബീലിൻ്റെ തലയിലായിരുന്നു. കുറച്ച് ദിവസത്തേക്ക് ക്ലാസ്സിൽ പോകുന്നില്ല എന്നവൻ തീരുമാനിച്ചു. അവൻ തിരക്കിട്ട ജോലികൾക്കിടയിലാണ്. കൂട്ടിന് സഹായത്തിന് ഉപ്പുപ്പയുടെ വിശ്വസ്തനായ രാഘവേട്ടനുണ്ട്. ഉപ്പുപ്പ അവനെ ഏൽപ്പിച്ച ജോലികൾ തീർത്ത ശേഷം തിരിച്ച് വീട്ടിലെത്തി സാഹിബിനെ സുരക്ഷിതമായി മുറിയിലെ കട്ടിലിൽ കിടത്തിയ ശേഷം നബീൽ നേരെ തൻ്റെ ഉമ്മയെ തിരിഞ്ഞു നടന്നു. അടുക്കളയിൽ കാണും, അല്ലെങ്കിലും ഈ സമയത്ത് അവളിപ്പോൾ എവിടെ പോവാനാ എന്നവൻ സ്വയം ഓർത്തു. ഉള്ളിൽ പടർന്ന വല്ലാത്തൊരു കൊതിയോടെ അവൻ അടുക്കള ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു ചെന്നു. എന്നാൽ അവിടെ എത്തിയ അവന് നിരാശയായിരുന്നു ഫലം. അടുക്കളയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നൂർജഹാനെ അവിടെ എങ്ങും കണ്ടില്ല. ഇതെവിടെ പോയി? അവൻ ചുറ്റും നോക്കി പിറുപിറുത്തു. അവൻ താഴത്തെ നിലയിലെ മറ്റ് റൂമുകളൊക്കെ ഓരോന്നായി പരിശോധിച്ചെങ്കിലും അവിടെയൊന്നും അവളെ കണ്ടില്ല. ഒടുവിൽ അവൻ മുകളിലെ നിലയിലേക്ക് പടവുകൾ നടന്ന് കയറി. അവളുടെ സ്വന്തം റൂമിൽ കാണുമെന്ന് കരുതിയാണ് അവൻ അങ്ങോട്ട് ചെന്നത്. എന്നാൽ അവനെ വീണ്ടും നിരാശനാക്കിക്കൊണ്ട് കട്ടിലും മുറിയിലും അവൾ ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ അല്പം ശങ്കിച്ച് നിൽക്കുമ്പോഴാണ് ആ റൂമിനോട് ചേർന്നുള്ള മുകളിലെ ബാത്റൂമിൽ നിന്നും ബക്കറ്റിലേക്ക് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടത്. ഉമ്മ അതിനകത്ത് കയറി കുളിക്കുകയാണെന്ന് അവന് പെട്ടെന്ന് മനസ്സിലായി. ബാത്റൂം വാതിലിലേക്ക് നോക്കി നിന്ന അവൻ്റെ മനസ്സിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ
താൻ കണ്ട നൂർജഹാൻ്റെ വടിവൊത്ത കൊഴുത്ത ശരീരം മുഴുവനായി തെളിഞ്ഞു വന്നു. ആ വശ്യമായ ഓർമ്മകൾ ഉള്ളിലേക്ക് ഇരച്ചു കയറിയപ്പോൾ തന്നെ അവന് വല്ലാതെയായി. അവൻ മെല്ലെ നടന്ന് ബാത്റൂം ഡോറിന് നേരെ ഒന്ന് മുട്ടി നോക്കി. വാതിലിൽ മുട്ടു വീണതും അകത്ത് വെള്ളം കോരി ഒഴിക്കുന്ന ശബ്ദം പെട്ടെന്ന് നിലച്ചു. കൂടെ അകത്തു നിന്നും വല്ലാത്തൊരു പരിഭ്രമത്തോടെ "ആരാ?" എന്ന ശബ്ദവും ഉയർന്നു. അവൻ പതുക്കെ വാതിലിനോട് മുഖം അടുപ്പിച്ചു. പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, "ഞാനാ ഉമ്മ." "ഹാ, നീ വന്നോ?" നൂറയുടെ ശബ്ദത്തിൽ ഒരു നേർത്ത ആശ്വാസം കലർന്നു. "ഉമ്മ ഒന്ന് വാതിൽ തുറന്നാ എനിക്ക് അകത്തേക്ക് വരാമായിരുന്നു." ഒരു തമാശ രൂപേണ എന്നാൽ ഉള്ളിലെ കൊതി പുറത്ത് കാണിച്ചുകൊണ്ട് അവൻ മെല്ലെ പറഞ്ഞു. "ഓ, അത് വേണ്ട. എൻ്റെ മോൻ തൽക്കാലം അവിടെ പുറത്ത് തന്നെ നിന്നാൽ മതി." അകത്തു നിന്നും റസിയ ചിരിച്ചുകൊണ്ട് കട്ടായമായി പറഞ്ഞു. "പ്ലീസ്, എൻ്റെ പൊന്നുമ്മയല്ലേ, ഒന്ന് തുറക്കുമ്മ." അവൻ വീണ്ടും കൊഞ്ചലോടെ കെഞ്ചി. "പോടാ അവിടുന്ന്." അവൾ ചിരിയോടെ അവനെ വഴക്കു പറഞ്ഞു. ഇനി ഇവിടെ വെറുതെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ നബീൽ വരാനിരിക്കുന്ന രാത്രിയെ ഓർത്ത് ആശ്വാസമടഞ്ഞ് മെല്ലെ തൻ്റെ സ്വന്തം റൂമിലേക്ക് തന്നെ തിരികെ പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നനഞ്ഞ മുടിയിഴകൾ തോർത്തുകൊണ്ട് കെട്ടിവെച്ച് നല്ലൊരു വസ്ത്രവും അണിഞ്ഞ് നൂർജഹാൻ നബീലിൻ്റെ റൂമിലേക്ക് നടന്നു വന്നു. അപ്പോൾ അവൻ കട്ടിലൊരു ഷോർട്ട്സും ബനിയനും മാത്രം ഇട്ടുകൊണ്ട് അവളെ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. അവൾ റൂമിൽ കയറിയ ഉടനെ അവൻ വേഗത്തിൽ എഴുന്നേറ്റ് വന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. അവൻ്റെ ഈ പെട്ടെന്നുള്ള പ്രവൃത്തിയും മുഖത്ത് ആവേശവും കണ്ടപ്പോൾ അവൾ അല്പം ആശ്ചര്യത്തോടെയും കള്ളച്ചിരിയോടെയും ചോദിച്ചു, "എന്താ എൻ്റെ മോൻ്റെ ഉദ്ദേശം?" അവൻ മറുപടിയൊന്നും പറയാതെ അവളുടെ അടുത്തേക്ക് വന്ന് വന്യമായി അവളെ കെട്ടിപ്പിടിച്ചു. ആ ഒഴുക്കിൽ അവളെയും ഒന്നിച്ച് അവൻ കട്ടിലേക്ക് മലർന്നു വീണു. അവളുടെ മുഖത്തും കഴുത്തിലും തുടരെ തുടരെ ചുംബനങ്ങൾ കൊണ്ട് മൂടിക്കൊണ്ട് അവൻ പറഞ്ഞു, "അങ്ങനെ വലിയ ഉദ്ദേശങ്ങളൊന്നുമില്ല ഉമ്മ. എൻ്റെ ഈ മുത്തിനെ ഒന്ന് കാണണം. അവളെ എപ്പോഴും ഇങ്ങനെ സന്തോഷിപ്പിക്കണം. അത്രയേ ഉള്ളൂ." കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ടാണ് അവൻ അത് പറഞ്ഞു തീർത്തത്. "ആഹാ, അതിപ്പോൾ അവൾക്കിപ്പോൾ സുഖിക്കണ്ടെങ്കിലോ?" തൻ്റെ ചുണ്ടുകളിൽ വിരിഞ്ഞ ഒരു വലിയ പുഞ്ചിരിയോടെ നൂർജഹാൻ അവനെ നോക്കി കളിയാക്കുന്ന മട്ടിൽ ചോദിച്ചു. അത് കേട്ടതും നബീൽ വല്ലാത്തൊരു ദയനീയ ഭാവത്തിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ്റെ ആ നിരാശ നിറഞ്ഞ നോട്ടം കണ്ടപ്പോൾ നൂറയ്ക്ക് വല്ലാത്ത വാത്സല്യം തോന്നി. അവൾ തൻ്റെ കൈ നീട്ടി അവൻ്റെ താടിയിലും കവിളിലും മെല്ലെ തലോടിക്കൊണ്ട് ആർദ്രമായി പറഞ്ഞു, "ഇന്നലെ നീയും ഞാനും അങ്ങനൊരു പ്രത്യേക മാനസികാവസ്ഥയിലായതുകൊണ്ടാണ് അതൊക്കെ അങ്ങനെ നടന്നു പോയത് മോനെ. പക്ഷെ ഇനിയിപ്പോൾ അത് പറ്റില്ല. ഇനി ഒരു 6 ദിവസവും കൂടി കഴിയാതെ എൻ്റെ മോന് ഞാൻ ഒന്നും തരില്ല." മാസമുറയുടെ വിലക്കുകളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. "അപ്പോൾ ഇനി നീണ്ട 6 ദിവസം ഞാൻ ഇങ്ങനെ കാത്തിരിക്കണം അല്ലേ ഉമ്മ?" കടുത്ത നിരാശയോടെ മുഖം വല്ലാതെ ചുളിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. നൂറ പറഞ്ഞു. "എന്നാ എനിക്കതൊരു പ്രശ്നമല്ലെങ്കിലോ?" അതും പറഞ്ഞ് അവൻ നൂറയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കട്ടിലേക്ക് മറിഞ്ഞു. മാസമുറ ഒന്നും പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് തന്നെയും കൊണ്ട് കട്ടിലേക്ക് മറിഞ്ഞ നബീൽ സ്വർഗീയ അനുഭൂതി സമ്മാനിച്ചതിൻ്റെ നിറവിലായിരുന്നു നൂർജഹാൻ. ആബിദ് പോലും തന്നെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നല്ലൊരംഗം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന നബീലിൻ്റെ നെറുകയിൽ സ്നേഹത്തോടെ ചുംബനം നൽകി. അബൂബക്കർ സാഹിബിന് പരിക്ക് പറ്റിയതുകൊണ്ട് കുറച്ച് ദിവസമായി നബീലിന് കോളേജ് പോക്ക് നടക്കുന്നില്ല. കച്ചവട കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണ്. പിറ്റേന്ന് കൂപ്പിൽ പോയിട്ട് തിരികെ വന്ന നബീൽ വീട്ടിലെത്തിയപ്പോൾ സമയം രാത്രി 7 മണിയോടടുത്തിട്ടുണ്ടായിരുന്നു. അന്തരീക്ഷത്തിൽ ഇരുട്ട് വീണിരുന്നു. അവൻ നേരെ അകത്തേക്ക് കയറി പതിവ് പോലെ നൂർജഹാൻ്റെ അടുത്തേക്കാണ് പോയത്. അടുക്കളയിൽ ഉമ്മ അടുപ്പിന് മുന്നിൽ നിന്ന് വലിയൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയായിരുന്നു. ഒരു വെള്ള ചുരിദാറായിരുന്നു അവളുടെ വേഷം. ആ മങ്ങിയ വെളിച്ചത്തിൽ അവളെ വെള്ള ചുരിദാറിൽ കണ്ടപ്പോൾ അവന് വല്ലാത്തൊരു ആശ്ചര്യം തോന്നി. വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ ഒരു ചുരിദാർ ധരിച്ച് അവൻ കാണുന്നത്. നൈറ്റിയേക്കാൾ അവളുടെ ശരീരത്തിൻ്റെ വശ്യമായ വടിവുകൾ ആ ചുരിദാറിലാണ് തെളിഞ്ഞു നിന്നിരുന്നത്.
നൂറ വെള്ളം തിളയ്ക്കുന്നതിൻ്റെ ശ്രദ്ധയിലായിരുന്നു കൊണ്ട് അവൻ അടുക്കളയിലേക്ക് വന്നതറിഞ്ഞിരുന്നില്ല. അവൻ ഒട്ടും ശബ്ദം ഉണ്ടാക്കാതെ പിറകിലൂടെ അവളുടെ അടുത്തേക്ക് വന്ന് മെല്ലെ അവളെ ഇരു കൈകൾ കൊണ്ടും ഒന്ന് കെട്ടിപ്പിടിച്ചു. ആ അപ്രതീക്ഷിത സ്പർശനത്തിൽ നൂർജ ഒന്ന് ഞെട്ടിപ്പോയി. അവൾ വേഗം തിരിഞ്ഞു നോക്കി അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഓഹ്, നീ ആയിരുന്നോ? എന്താടാ, നിനക്ക് സ്ഥലകൊലബോധം ഇല്ലാതെ പോയോ? ചുറ്റും ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഭയത്തോടെ ഒന്ന് കണ്ണോടിച്ചാണ് അവളത് ചോദിച്ചത്. അതിന് സ്വന്തം ഉമ്മയെ മകനൊന്ന് കെട്ടിപ്പിടിച്ചൂടെ ഉമ്മ? അവനൊന്നും അറിയാത്ത പോലെ വളരെ നിഷ്കളങ്കമായി ചോദിച്ചു. അല്ല, ഇന്നെന്താ അപ്പോൾ ഒരു പ്രത്യേകത? ചുരിദാറൊക്കെ ആണല്ലോ വേഷം. അവൻ അവളുടെ വസ്ത്രത്തിലേക്ക് നോക്കി കള്ളച്ചിരിയോടെ തിരക്കി. അതിനെന്താ, എനിക്ക് ചുരിദാർ ഇട്ടൂടെ? അവൾ തിരിച്ചു ചോദിച്ചു. അല്ല, ഉമ്മ ഇങ്ങനെ ചുരിദാർ ഇട്ട് കണ്ടിട്ട് കുറേ കൊല്ലങ്ങളായി, അതുകൊണ്ട് ചോദിച്ചതാ. എന്തായാലും സംഗതി ജോറായിട്ടുണ്ട്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ആണോടാ? അവൾ ഉള്ളിലെ ജിജ്ഞാസയോടെയും സന്തോഷത്തോടെയും അവനെ നോക്കി. ആ, ശരിക്കും, അവൻ മറുപടി പറഞ്ഞു. അത് പറയുന്നതിനിടയിൽ അവൻ തൻ്റെ കൈകൾ മെല്ലെ അവളുടെ വിരിഞ്ഞെടുപ്പിലേക്ക് വെച്ച് അമർത്തിയൊന്ന് തഴുകി. ആ ചൂടുള്ള സ്പർശനത്തിൽ അവളുടെ ശരീരം സുഖത്തോടെ ഒന്ന് പുളഞ്ഞുപോയി. ചീ, വിടടാ ചെക്ക, അവൾ കൊഞ്ചലോടെയും നാണത്തോടെയും പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അല്ല, ഇതാർക്കാ വെള്ളം ചൂടാക്കുന്നത്? അവൻ പാത്രത്തിലേക്ക് നോക്കി ചോദിച്ചു. ഉപ്പയ്ക്കാടാ, കൈ ആ ചൂടുവെള്ളം കൊണ്ട് കഴുകണം എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ ഇതൊന്നെടുത്ത് ഉപ്പാൻ്റെ റൂമിലേക്ക് വാ. അവൾ അവന് ജോലി ഏൽപ്പിച്ചു കൊടുത്തു. മുന്നിൽ നടന്നു പോകുന്ന നൂറയുടെ പിന്നഴകിൻ്റെ ചലനം നോക്കിക്കൊണ്ട് അവൻ വല്യുപ്പയുടെ മുറി ലക്ഷ്യമാക്കി അവളുടെ പിന്നാലെ നടന്നു. അവനോ അവളും ചൂടുവെള്ളത്തിൻ്റെ പാത്രവുമായി സാഹിബിൻ്റെ മുറിയിലേക്ക് നടന്നു ചെന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി നബീലിനെ കണ്ട പാടെ കട്ടിലിൽ ചാരിയിരിക്കുകയായിരുന്ന സാഹിബ് വിശേഷം തിരക്കി. ബിസിനസ് കാര്യങ്ങളെക്കുറിച്ചും കൂപ്പിൽ പോയതിനെക്കുറിച്ചും വളരെ താല്പര്യത്തോടെ തിരക്കാൻ തുടങ്ങി. അതിനിടയിൽ നൂറ ഉപ്പാൻ്റെ കയ്യിൽ ചൂട് പിടിക്കാൻ റെഡിയായി. സാഹിബ് കട്ടിലിൽ സുഖമായി കിടന്നുകൊണ്ട് തൻ്റെ ഇടത്ത് കൈ അവൾക്ക് നേരെ നീട്ടിക്കൊടുത്തു. നൂറ താൻ കൊണ്ടുവന്ന ചൂടുവെള്ളത്തിൽ തോർത്തുമുണ്ട് മുക്കി പാകത്തിന് പിഴിഞ്ഞെടുത്ത് മെല്ലെ വല്യുപ്പയുടെ കൈ തുടച്ച് കൊടുക്കാൻ തുടങ്ങി. അവൾ ഓരോ തവണയും കട്ടിലിനരികിൽ മുട്ടുകുത്തിയിരുന്ന് ആ പാത്രത്തിലെ വെള്ളത്തിലേക്ക് കുമ്പിടുമ്പോൾ അവളുടെ ആ വെളുത്ത ചുരിദാറിൻ്റെ കഴുത്തിലൂടെ കാണാവുന്ന മുഴുപ്പ് അപ്പുറത്ത് മാറി നിന്നിരുന്ന നബീലിന് അത് വല്ലാതെ കുളിർമയുള്ളൊരു കാഴ്ചയായി മാറി. അവൻ കണ്ണ് ചിമ്മാതെ അവളുടെ അവിടേക്ക് തന്നെ നോക്കി നിന്നു. തൻ്റെ ഈ കുമ്പിട്ടുള്ള ഇരുത്തത്തിൽ അവൻ്റെ തീക്ഷ്ണമായ നോട്ടം കൃത്യമായി തൻ്റെ അവിടെ തന്നെയാണ് പതിഞ്ഞിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു നാണം പടർന്നു. അവൾ ഉപ്പ കാണാത്ത രീതിയിൽ നബീലിനെ നോക്കി മുഖം കൊണ്ടൊരു കൊച്ചു കോക്രി കാണിച്ചു. അവനും വിട്ടുകൊടുത്തില്ല. അവൻ അവളെ നോക്കി തൻ്റെ താഴത്തെ ചുണ്ട് പല്ലുകൾ കൊണ്ട് ചെറുതായി ഒന്ന് കടിച്ചു കാണിച്ചു. ആ ഒരു നിശബ്ദ വികൃതിയിൽ അവരുടെ ഉള്ളിലെ പ്രണയം വീണ്ടും ഇരട്ടിച്ചു. കൈകഴുകലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ സാഹിബ് കട്ടിലിൽ മെല്ലെ എഴുന്നേറ്റിരുന്നു. ഈ സമയം നോക്കി നബീൽ തൻ്റെ മനസ്സിൽ കുറേ നേരമായി ഓടിക്കൊണ്ടിരുന്നൊരാഗ്രഹം വല്യപ്പയോട് അവതരിപ്പിച്ചു. ഉപ്പുപ്പാ, എനിക്ക് ഈ കൂപ്പിലെയും മറ്റും കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് പോകാൻ ഒരു ബൈക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ സാഹിബ് അവനെ ഒന്ന് നോക്കി. അതിന് നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാവോ മോനെ എന്ന് ചോദിച്ചു. ആ ഉപ്പുപ്പ, എനിക്ക് നന്നായി ബൈക്കും കാറും ഓടിക്കാൻ അറിയാം, അവൻ പെട്ടെന്ന് മറുപടി നൽകി. എന്നാൽ ഈ ആവശ്യം ആദ്യമായി കേട്ട നൂറ പെട്ടെന്ന് തന്നെ അതിനെ എതിർത്ത് സംസാരിച്ചു. ബൈക്കൊക്കെ വല്ലാത്ത അപകടം ഉപ്പുപ്പ, വലിയ വണ്ടികളൊക്കെ റോഡിൽ പാഞ്ഞു പോകുന്നതല്ലേ, വേണ്ട, അവൾ ഉപ്പയെ നോക്കി ഉറപ്പിച്ചു പറഞ്ഞു. നബീൽ അവളിൽ നിന്നും ഒരിക്കലും അങ്ങനെ ഒരു എതിർപ്പ് പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ ആ പെട്ടെന്നുള്ള മറുപടി കേട്ടപ്പോൾ അവൻ്റെ മുഖം മങ്ങി. ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം തോന്നി. പക്ഷേ അവനെ കൂടുതൽ സങ്കടപ്പെടുത്താൻ നൂറ തയ്യാറായിരുന്നില്ല. അവൾ ഉടൻ തന്നെ ഉപ്പയോട് കൂട്ടിച്ചേർത്തു. നമുക്കൊരു ചെറിയ കാറ് വാങ്ങിക്കൂടെ ഉപ്പ? അതാകുമ്പോൾ ഉപ്പുപ്പയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും മറ്റു നല്ല സൗകര്യമായിരിക്കും.
പിന്നെ ബൈക്കിനെ അപേക്ഷിച്ച് അപകടവും കുറവാ. അവൾ കാറിൻ്റെ കാര്യം പറഞ്ഞതും നബീലിൻ്റെ തളർന്ന മുഖം പെട്ടെന്ന് ചുവന്നു തുടുത്തു. കണ്ണുകളിൽ വലിയൊരു തിളക്കം വന്നു. അത് കൊള്ളാലോ, അവൻ മനസ്സിൽ കരുതി. അവൻ അത്ഭുതത്തോടെ ഉമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ മുഖത്തപ്പോൾ മിന്നിമറഞ്ഞ ആ നിഗൂഢമായ കള്ളഭാവം കണ്ടപ്പോൾ അവൻ ആദ്യം ഒന്നും മനസ്സിലായില്ല. അബൂബക്കർ സാഹിബ് അല്പം ചിന്തിച്ച ശേഷം പറഞ്ഞു, അതാ മോളെ നല്ലത്. കൂടുതൽ സൗകര്യവും അന്തസ്സും അതിനാണ്. എങ്ങോട്ടെങ്കിലും ഒരാവശ്യം വന്നാൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചൊരേ വണ്ടിയിൽ പോവാമല്ലോ. നീ നാളെ തന്നെ രാഘവനെയും കൂട്ടി ടൗണിൽ പോയി നല്ലൊരു കാറ് നോക്കിക്കോ മോനെ. പൈസയുടെ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അത്രയും പറഞ്ഞ് മൂപ്പര് വീണ്ടും ബെഡിലേക്ക് കിടന്നു. പാല് ചോദിച്ചവന് പാൽപ്പായസം കിട്ടിയ അവസ്ഥയിലായിരുന്നു നബീലിൻ്റെ മനസ്സപ്പോൾ. ബൈക്കിന് പകരം കാറ് സ്വന്തമാക്കാൻ പോകുന്നു. വലിയ സന്തോഷത്തോടെ ആ പാത്രവും എടുത്ത് അവൻ ഉമ്മോടൊപ്പം തിരികെ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ എത്തിയ ഉടൻ തന്നെ അവൻ ആ സന്തോഷം അടക്കാനാവാതെ പാത്രം വശത്തേക്ക് വെച്ച് ഉമ്മയെ പിറകിലൂടെ ആഞ്ഞു വാരി പുണർന്നു. എൻ്റെ നൂറമോളെ, ഞാൻ വിചാരിച്ചു ഉമ്മ എൻ്റെ ബൈക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മനഃപൂർവ്വം ഉടക്ക് പറയുകയാണെന്ന്. നൂർജഹാൻ തിരിഞ്ഞു നിന്ന് അവനെ തിരിച്ച് ശക്തമായി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ ചിരിച്ചു. കാറായാലല്ലേടാ മണ്ട, നമുക്ക് എപ്പോഴെങ്കിലും സൗകര്യമായിട്ട് ഒന്നിച്ച് പുറത്തോട്ടൊക്കെ കറങ്ങാൻ പോകാൻ പറ്റൂ. അതാണല്ലേ കള്ളി, ബൈക്ക് വേണ്ട കാറ് മതി എന്ന് തന്ത്രപൂർവ്വം പറഞ്ഞത്. നബീൽ അവളുടെ വശ്യമായ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. പിന്നെ ഞാൻ എത്ര കാലമായി ഈ വലിയ വീട്ടിനുള്ളിൽ തന്നെ അടച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് നിൻ്റെ കൂടെ കാറിൻ്റെ മുൻസീറ്റിലിരുന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങണമെന്നുണ്ട്. അവൾ തൻ്റെ നോട്ടം അല്പം താഴേക്ക് താഴ്ത്തി നാണത്തോടെ പറഞ്ഞു. അവളുടെ ആ കൊഞ്ചലി കേട്ടപ്പോൾ നബീലിന് വല്ലാത്തൊരു വാത്സല്യം തോന്നി. അവൻ അവളുടെ മുഖം തൻ്റെ 2 കൈകളിലും കോരിയെടുത്ത് കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, എൻ്റെ ഉമ്മച്ചിക്കുട്ടിയെ ഞാൻ ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും. ആ വാക്കുകൾ കേട്ടതും നൂർജഹാൻ്റെ ഉള്ളിലെ സ്നേഹം അണപൊട്ടി ഒഴുകി. അവൾ മുന്നോട്ടാഞ്ഞ് അവൻ്റെ ചുണ്ടുകളിൽ വളരെ ആർദ്രമായും ആഴത്തിലും ഒരു ചുംബനം നൽകി. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ വശ്യമായ അവസരം നബീൽ കൃത്യമായി മുതലാക്കി. അവൻ അവളെ തന്നിലേക്ക് കൂടുതൽ അമർത്തിപ്പിടിച്ചു. അതേസമയം അവൻ്റെ കൈകൾ അവളുടെ വെള്ള ചുരിദാറിൻ്റെ പിറകിലൂടെ താഴേക്ക് പരതാൻ തുടങ്ങി. അവൻ അവളെ അടുക്കളയിലെ ചുവരിലേക്ക് ചേർത്ത് നിർത്തി. അവർ പരസ്പരം ചുണ്ടുകൾ ആർത്തിയോടെ മാറി മാറി നുണയുമ്പോൾ വികാരത്തിൻ്റെ പരകോടിയിലായ നൂർജഹാൻ തൻ്റെ ഇടത് കാലും തുടയും ഉയർത്തി അവൻ്റെ അരക്കെട്ടിലേക്ക് വരിഞ്ഞു മുറുക്കി പിടിച്ചിരുന്നു. നിലവിട്ട് പെരുമാറി തുടങ്ങിയപ്പോഴാണ് നൂർജഹാന് പെട്ടെന്ന് ബോധം വന്നത്. പകൽ വെളിച്ചം പൂർണ്ണമായി മാറിയിട്ടില്ലാത്ത കൊണ്ടും ആരെങ്കിലും വരുമെന്ന ഭയം കൊണ്ടും അവൾ നാണത്തോടെ നബീലിനെ തന്നിൽ നിന്നും മെല്ലെ തള്ളി മാറ്റി. എന്തു പറ്റി മുത്തേ, ഇനി ബാക്കി കാര്യങ്ങളെല്ലാം രാത്രി മതിയോ? അവൻ ശ്വാസമെടുത്ത് ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. നൂർജഹാൻ തൻ്റെ ചുരിദാറും തോളിലെ ഷോളും എല്ലാം വേഗം കൈകൾ കൊണ്ട് നേരെയാക്കി. എന്നിട്ട് അവനോട് കുറച്ചുകൂടി അടുത്ത് വന്ന് കാതിൽ മെല്ലെ മന്ത്രിച്ചു. ഹാ, ഇനി പകലുമില്ല രാത്രിയുമില്ല. അവൾ പറഞ്ഞത് മനസ്സിലാകാതെ അവൻ ആകെ പകച്ചു നിന്നു. അതെന്താ നൂറമോളെ അങ്ങനെ പറഞ്ഞത്? ഒരാഴ്ചത്തേക്ക് എങ്ങോട്ടേലും പോവുകയാണോ? അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. അതല്ലടാ മണ്ടൂസേ, ഇന്നലെ നീ കണ്ടതല്ലേ ഡേറ്റ് ആയത്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കുറച്ച് ദിവസത്തേക്ക് പാടില്ല. ഇന്നലെ പ്രത്യേക മാനസികാവസ്ഥയിൽ അങ്ങനെ സംഭവിച്ചെന്നേ ഉള്ളൂ. ഇനി കുറച്ച് ദിവസം എന്തായാലും വേണ്ട. അത് കേട്ടതും നബീലിൻ്റെ മുഖം പെട്ടെന്ന് ഇരുണ്ടുപോയി. അവൻ ആകെ സങ്കടവും നിരാശയും വന്നു. അപ്പോൾ ഇനി രാത്രികളിൽ ഉമ്മ എൻ്റെ കൂടെ വന്ന് കിടക്കില്ലേ? അവൻ വല്ലാത്തൊരു കുണ്ഠിതത്തോടെ ചോദിച്ചു. ഇല്ല മോനെ, ഇനി ഈ കുറച്ച് ദിവസം കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായിട്ടേ എന്തും പറ്റൂ. അവൾ അവൻ്റെ കവിളിൽ തഴുകിക്കൊണ്ട് ആശ്വസിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി ഉമ്മ എന്ന് സങ്കടത്തോടെ സ്വയം പിറുപിറുത്തുകൊണ്ട് തൻ്റെ രാത്രിയിലെ സുഖങ്ങളെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ കടുത്ത നിരാശയോടെ അവൻ പടവുകൾ കയറി മുകളിലെ തൻ്റെ മുറിയിലേക്ക് നടന്നുപോയി.
നൂറ അവൻ്റെ ആ പോക്ക് നോക്കി അടുക്കളയിൽ നിന്ന് കള്ളച്ചിരിയോടെ നോക്കി നിന്നു. പിറ്റേന്ന് രാവിലെ ജനൽപ്പാളികളിൽ വന്ന് ആഞ്ഞടിക്കുന്ന കനത്ത മഴയുടെ താളാത്മകമായ ശബ്ദം കേട്ടാണ് നബീൽ കണ്ണുകൾ തുറന്നത്. പുറത്ത് നല്ല തണുപ്പുള്ള അന്തരീക്ഷമായിരുന്നു. ഷോർട്സൊക്കെ വലിച്ച് നേരെയാക്കി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവൻ ജനലരികിലേക്ക് നടന്നു ചെന്ന് ആ പഴയ മാളിക വീടിൻ്റെ ജനവാതിലുകൾ മെല്ലെ പുറത്തേക്ക് തുറന്നു. വാതിൽ തുറന്നതും കനത്ത മഴയുടെ ഇരമ്പൽ ശബ്ദം മുറിക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. പുറത്തെ കാഴ്ച അതിമനോഹരമായിരുന്നു. വെള്ളിനൂലുകൾ പോലെ പെയ്യുന്ന മഴയത്ത് ദൂരേക്ക് നീണ്ടു കിടക്കുന്ന പച്ച പിടിച്ച പാടവരമ്പുകളും അന്തരീക്ഷത്തിൽ പടർന്നുയർന്ന ആ നനഞ്ഞ മണ്ണിൻ്റെ വശ്യമായ ഗന്ധവും പ്രഭാതത്തിൽ തന്നെ അവൻ്റെ ഉള്ളിലൊരു പുതിയ ഉന്മാദവും ഉണർവും സമ്മാനിച്ചു. പെട്ടെന്ന് ശക്തമായൊരു കാറ്റടിച്ചപ്പോൾ മഴച്ചീറ്റുകല്ലുകൾ ജനലിലൂടെ അകത്തേക്ക് അടിച്ചു കയറി അവൻ്റെ മുഖത്തെയും ശരീരത്തെയും നനച്ചു. അവൻ വേഗം തന്നെ മരവാതിലുകൾ വലിച്ചടിച്ച് കുറ്റിയിട്ടു. ചുമരിലെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം രാവിലെ 7 മണിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് മില്ലിൽ പോകേണ്ടതില്ല. പകരം വല്യുപ്പ പറഞ്ഞ പോലെ രാഘവേട്ടനെയും കൂട്ടി പുതിയൊരു കാറ് നോക്കാൻ പോകാനുള്ള ദിവസമാണ്. സ്വന്തമായ ഒരു വണ്ടി വീട്ടുമുറ്റത്ത് വന്നു നിൽക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷവും ആവേശവും ഇരച്ചു കയറി. കുളിയും ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് ഉപ്പുപ്പ നൽകിയ ചെക്ക് കൊണ്ട് രാഘവേട്ടനുമായി കാറ് വാങ്ങാൻ പോയി. കടും ചുവപ്പ് കളറിലുള്ള കാറ് തന്നെ അവൻ തിരഞ്ഞെടുത്തു. വണ്ടിയുടെ താക്കോല് കൈമാറി ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കിയ ശേഷം അവർ ഷോറൂമിൻ്റെ പടിയിറങ്ങി. പുതിയ ചുവപ്പ് കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ ആദ്യമായി കൈവച്ചപ്പോൾ അവൻ്റെ ഉള്ളിലൂടെ വൈദ്യുതി പാഞ്ഞുപോയി. അവൻ വണ്ടി മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് നേരെ അടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് വിട്ടു. അവിടെ നിന്നും കാറിൻ്റെ ടാങ്ക് ഫുള്ളാക്കി എണ്ണ അടിച്ചു. അതിനുശേഷം അവൻ രാഘവേട്ടനെയും കൂട്ടി ടൗണിലെ ഏറ്റവും മുന്തിയ AC ഹോട്ടലിലേക്ക് കയറി. മേശയ്ക്കരികിലിരുന്നപ്പോൾ നബീൽ രാഘവനെ നോക്കി വലിയ മനസ്സോടെ പറഞ്ഞു, രാഘവേട്ട, ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ഓർഡർ ചെയ്ത് കഴിച്ചോ. യാതൊരു മടിയും വിചാരിക്കേണ്ട, എൻ്റെ ചിലവാ. നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് പുതിയ വണ്ടിയുടെ AC തണുപ്പിലിരുന്ന് പോകുന്നതിനിടയിൽ അവർ മില്ലിലെ കാര്യങ്ങളെക്കുറിച്ചും ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ യാത്രയുടെ പകുതി വഴിയിൽ വെച്ച് പെട്ടെന്നാണ് രാഘവൻ വളരെ ഗൗരവമുള്ളൊരു വിഷയം നൂർജഹാൻ്റെ കാര്യം എടുത്തു പറഞ്ഞത്. അല്ല മോനെ നബീലെ, കാര്യങ്ങളൊക്കെ ഇപ്പം നല്ലപോലെ പോകുന്നുണ്ട്. ഇനി നിൻ്റെ ഉമ്മാക്കും ഒരു തുണ വേണം. എത്ര കാലമായി ആ പാവം ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു ജീവിതമില്ലാതെ കഴിയുന്നു. രാഘവൻ വളരെ സഹതാപത്തോടെ പറഞ്ഞു. അത് കേട്ടതും നബീലിൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിലൊന്ന് മുറുകി. ആ വിഷയം അവൻ ഒട്ടും പിടിച്ചില്ലെങ്കിലും അവൻ പുറമെ ഭാവവ്യത്യാസമൊന്നും കാണിക്കാതെ ഒന്നും മിണ്ടാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. രാഘവൻ അത് ശ്രദ്ധിക്കാതെ തൻ്റെ സംസാരം തുടർന്നു. കഴിഞ്ഞ ദിവസം അബൂക്ക് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, നൂർജഹാന് പറ്റിയ നല്ലൊരാലോചന എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കൊണ്ടുവരാൻ. ഞാൻ നോക്കാം എന്ന് വല്യുപ്പയ്ക്ക് വാക്കും കൊടുത്തിരുന്നതാ. എൻ്റെ അറിവിൽ ഇപ്പോൾ നല്ലൊരാളുണ്ട്. ഗൾഫിൽ നിന്നും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കാൻ വന്നതാ. വലിയ പണക്കാരനാ. നിങ്ങൾക്ക് എല്ലാ രീതിയിലും പറ്റിയ കുടുംബവുമാണ്. മക്കളൊന്നുമില്ല. അയാളുടെ ഭാര്യ കഴിഞ്ഞ വർഷം ഒരു റോഡ് ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാ. രാഘവൻ ഒന്ന് നിർത്തി പിറത്തേക്ക് നോക്കി വീണ്ടും പറഞ്ഞു, ഞാൻ ഈ ആലോചനയുടെ കാര്യം സാഹിബിനോട് നേരിട്ട് വന്ന് സംസാരിക്കാനിരുന്നതായിരുന്നു. അപ്പോഴല്ലേ ആ അപകടം പറ്റിയത്. പാവ സാഹിബ്. നിൻ്റെ ഉമ്മ അങ്ങനെ ആ വീട്ടിൽ തനിച്ച് യൗവനം കളഞ്ഞു നിൽക്കുന്നത് കണ്ട് അങ്ങേർക്കാണ് ഉള്ളിൽ ഏറ്റവും കൂടുതൽ സങ്കടം. ഇതൊന്ന് വേഗം നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. രാഘവൻ അത്രയും പറഞ്ഞു നിർത്തി ഒരു വലിയ നെടുവീർപ്പിട്ടു. അത് കേട്ട് അവനൊരു വലിയ ബോംബ് പൊട്ടിയ പോലെ തോന്നി. അവൻ്റെ മനസ്സാകെ തകർന്ന തരിപ്പണമായിരുന്നു. നെഞ്ചിലേക്ക് കനത്തൊരു ഭാരം വന്ന് അമരുന്ന പോലെ അവൻ അനുഭവിച്ചു. ഉച്ചവരെ ഉണ്ടായിരുന്ന എല്ലാ സന്തോഷങ്ങളും ആവേശവും ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ്റെ ഉള്ളിൽ നിന്നും ഒലിച്ചുപോയി. താൻ ജീവനെ തുല്യം സ്നേഹിക്കുന്ന തൻ്റെ മാത്രം സ്വന്തമായ ഉമ്മയെ
മറ്റാരോ വന്ന് കൊണ്ടുപോകാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം അവനെ ആകെ തളർത്തിക്കളഞ്ഞു. അതുവരെ കൊണ്ട AC-യുടെ സുഖമുള്ള തണുപ്പ് ഇപ്പോൾ അവനെ വല്ലാതെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. എങ്കിലും ഉള്ളിലെ ആ കനത്ത ആഘാതവും പരിഭ്രമവും ഒട്ടും പുറത്ത് കാണിക്കാതെ അവൻ വണ്ടി ഓടിച്ച് രാഘവൻ്റെ വീട്ടുപടിക്കൽ എത്തിച്ചു. വണ്ടി നിന്നതും രാഘവൻ ഇറങ്ങാനാഞ്ഞ് അവനെ ക്ഷണിച്ചു. മോനെ, വണ്ടി മുറ്റത്തേക്ക് കയറ്റ്, വീട്ടിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാം. വേണ്ട രാഘവേട്ട, നേരം വൈകി, ഉപ്പയും ഉമ്മയും വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ മറ്റൊരിക്കൽ വരാം, നബീൽ വളരെ നിർജീവമായ മരവിച്ച സ്വരത്തിൽ പറഞ്ഞു. രാഘവൻ വണ്ടിയിൽ നിന്നിറങ്ങി യാത്ര പറഞ്ഞു പോയതും നബീൽ കാറിൻ്റെ ഗ്ലാസുകൾ മുഴുവനായി ഉയർത്തി. അവൻ്റെ മനസ്സ് പൂർണ്ണമായും മരവിച്ചു പോയിരുന്നു. കണ്ണുകളിൽ വല്ലാത്തൊരു ശൂന്യത പടർന്നു. ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങിയ ആ പുതിയ ചുവപ്പ് കാറിൻ്റെ വലിയ സന്തോഷമെല്ലാം അവൻ്റെ ഉള്ളിൽ നിന്നും അപ്പാടെ മാഞ്ഞു പോയിരുന്നു. എൻ്റെ ഉമ്മയെ എനിക്ക് നഷ്ടപ്പെടുവോ എന്ന വല്ലാത്തൊരു ഭയത്തോടെ അവൻ വീട്ടിലേക്ക് വണ്ടി തിരിച്ചുവിട്ടു. നൂർജഹാനും സാഹിബും കൂടെ ആ പുതിയ കാറൊന്ന് ചുറ്റിക്കണ്ടു. സാഹിബിന് സന്തോഷമായി. നൂർജഹാനും ചുവന്ന കളർ ഇഷ്ടപ്പെട്ടു. അവൾ മുന്നിലെ ഡോറ് തുറന്ന് അദ്ദേഹത്തെ മെല്ലെ താങ്ങി പിടിച്ച് ഉള്ളിലെ സീറ്റിൽ കയറ്റിയിരുത്തി. എടാ, എവിടെടാ നീ? എന്നെ ഇതിലൊന്ന് കയറ്റി പുറത്തോട്ട് ചുറ്റിക്കാൻ പറ. സീറ്റിലിരുന്ന് അബൂ സാഹിബ് വല്ലാത്തൊരാവേശത്തോടെ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അവന് നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞ് മുകളിലെ റൂമിലേക്ക് പോയിരിക്കുമോ ഉപ്പ, വല്ലാത്ത ക്ഷീണമുണ്ട്. നൂർജഹാൻ വണ്ടിയുടെ ഉൾഭാഗം നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ സാരമില്ല, പാവം രാവിലെ മുതൽ മില്ലിലും ഷോറൂമിലും ഒക്കെ ആയിട്ട് ഒരേ ഓട്ടോ ആയിരുന്നല്ലോ, അതിൻ്റെ ക്ഷീണം കാണും. ഇനിയിപ്പോൾ നേരെ ഇരുട്ടാറായില്ലേ, ചുറ്റലൊക്കെ നാളെയാകാം. സാഹിബ് കാറിൽ നിന്നും മെല്ലെ പുറത്തിറങ്ങി. അവൾ അദ്ദേഹത്തെ കൈകളിൽ താങ്ങി പിടിച്ച് അകത്തെ മുറിയിലെത്തിച്ച് കട്ടിലിരുത്തി. എന്നാൽ ഉപ്പയെ മുറിയിലാക്കി തിരികെ വരുമ്പോൾ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു വേവലാതി പടർന്നിട്ടുണ്ടായിരുന്നു. വണ്ടി വാങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ മരവിപ്പും അസ്വസ്ഥതയും അവളുടെ ഉള്ളിൽ ഒരു ഭാരമായി തങ്ങി നിന്നു. സമയം മെല്ലെ ഇരുട്ടി തുടങ്ങിയിരുന്നു. അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയതെന്നറിയാൻ അവൾ ഒട്ടും സമയം കളയാതെ മുകളിലെ നിലയിലേക്ക് നടന്നു. നേരെ അവൻ്റെ മുറിയുടെ മുന്നിലെത്തി. വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അകത്തേക്ക് കയറിയപ്പോൾ അലി കട്ടിലിൽ കണ്ണുകൾ അടച്ച് നിശ്ചലനായി കിടക്കുകയായിരുന്നു. അവൾ മെല്ലെ നടന്ന് അവൻ്റെ അരികിലായി കട്ടിലിൻ്റെ വശത്തിരുന്നു. എന്തു പറ്റിയിടാ, എൻ്റെ മോൻ എന്തു പറ്റി? അവൾ വരെ ആർദ്രമായി ചോദിച്ചു. അവൻ മെല്ലെ കണ്ണുകൾ തുറന്നു അവളുടെ മുഖത്തേക്ക് നോക്കി. ഒന്നുമില്ലുമ്മ എന്ന് വളരെ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. നൂർജഹാൻ വിശ്വസിച്ചില്ല. അവൾ തൻ്റെ കൈ നീട്ടി അവൻ്റെ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കി. പനിയൊന്നും ഇല്ലല്ലോടാ, ഇനി നല്ല തലവേദനയാണോ? അവൾ ആകുലതയോടെ ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അല്പം അലോസരതയോടെയും ദേഷ്യത്തോടെയുമാണ് അവൻ അത് പറഞ്ഞു തീർത്തത്. അവൻ്റെ ആ പെട്ടെന്നുള്ള ആക്രോശിക്കൽ കേട്ടപ്പോൾ അവളുടെ ഉള്ളൊന്ന് വിങ്ങി. അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു. അവൾ പിന്നെ ഒന്നും മിണ്ടാതെ കട്ടിലിൻ്റെ ഒരു അരികിലേക്ക് നോക്കി മൗനമായിരുന്നു. എപ്പോഴും തന്നോട് കുസൃതിയും സ്നേഹവും മാത്രം കാണിക്കാറുള്ള നബീൽ ഇത്തരത്തിൽ പെരുമാറിയത് അവളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. മുറിയിൽ കുറച്ചു നേരത്തേക്ക് കനത്ത നിശബ്ദത പടർന്നു. ഒടുവിൽ ആ മൗനം ഭേദിച്ചുകൊണ്ട് നബീൽ തന്നെ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് വിക്കി വിക്കി ചോദിച്ചു. ഉമ്മ വേറെ കല്യാണം കഴിക്കാൻ പോവുകയാണോ? അത് കേട്ടതും അവൾ ഒരു നിമിഷം ആകെ ഞെട്ടിത്തരിച്ചുപോയി. അവൾ വിശ്വസിക്കാനാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആര് പറഞ്ഞു നിന്നോടിതൊക്കെ? അതൊക്കെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് തിരിഞ്ഞു നടന്ന് ജനാലക്കരികിൽ ചെന്ന് പുറത്തേക്ക് നോക്കി നിന്നു. നൂർജഹാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ പിറകെ ചെന്നു. അവനെ തൻ്റെ നേർക്ക് ബലമായി തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. ആരാടാ നിന്നോട് ഈ നുണകളൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? നീ സത്യം പറ. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നബീൽ അവരുടെ മുഖത്തേക്ക് നോക്കി. ഉമ്മ അറിയാതെ പിന്നെ വല്യുപ്പ ഉമ്മാക്ക് വേറെ കല്യാണം നോക്കുവോ? ഇല്ല, ഉമ്മയ്ക്കെല്ലാം അറിയാം. ഉമ്മ ഇത് എന്നെ ഇന്ന് മനഃപൂർവ്വം മറച്ചു വെക്കുന്നതാ.
അവൻ്റെ ശബ്ദം സങ്കടം കൊണ്ടിടറുന്നുണ്ടായിരുന്നു. അവൻ്റെ ആ കരച്ചിലും വാക്കുകളും കേട്ടപ്പോൾ നൂർജഹാനും സ്വയം നിയന്ത്രിക്കാനായില്ല. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീര് ധാരധാരയായി ഒലിച്ചിറങ്ങി. എൻ്റെ പൊന്നു മോനെ, ഈ ഉമ്മ അങ്ങനെ ചെയ്യുവോടാ? നീയാണ് സത്യം, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ട് കൂടിയില്ലടാ. അവൾ വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞു. ഉമ്മ വേറൊരു കല്യാണം കഴിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ കൂടെ പറ്റില്ല. ഉമ്മ ഇല്ലാതൊരു നിമിഷം പോലും എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. നബീൽ അവളെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി കരഞ്ഞു. നൂർജഹാൻ അവൻ്റെ മുഖം തൻ്റെ കൈകളിൽ കോരിയെടുത്ത് കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു. ഉമ്മ അങ്ങനെ ചെയ്യുവോടാ എൻ്റെ മോനെ? നീ മാത്രമല്ലേ എനിക്ക് ഈ ദുനിയാവിൽ ആകെയുള്ളത്. നിന്നെ വിട്ട് ഈ ഉമ്മ എങ്ങോട്ടേലും പോകുവോടാ? എൻ്റെ പൊന്നുമ്മാനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, അവൻ ഏങ്ങി പറഞ്ഞു. ആ വൈകാരികമായ നിമിഷത്തിൽ അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം വിങ്ങിപ്പൊട്ടി. ആ കണ്ണീരിലൂടെ അവരുടെ ഉള്ളിലെ എല്ലാ ആവലാതികളും ഉരുങ്ങിപ്പോവുകയായിരുന്നു. നബീൽ അവളെ കൂടുതൽ ശക്തമായി തൻ്റെ കൈകളിൽ വാരിപ്പുണർന്നു. അവളുടെ മുഖത്തും കഴുത്തിലും തുടരെ ആർത്തിയോടെ ചുംബിക്കാൻ തുടങ്ങി. തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ തൻ്റെ പ്രാണൻ തിരികെ കിട്ടിയതുപോലെയുള്ളൊരാവേശമായിരുന്നു അവനപ്പോൾ. സ്വന്തം മകന് തന്നോടുള്ള അളവറ്റ സ്നേഹവും കരുതലും തിരിച്ചറിഞ്ഞപ്പോൾ നൂർജഹാൻ്റെ ഉള്ളിലും അവനോടുള്ള ഇഷ്ടം 10 മടങ്ങ് വർദ്ധിച്ചു. ആ സ്നേഹോഷ്മളമായ അന്തരീക്ഷം മെല്ലെ കാമോഷ്മലമായ വന്യവികാരത്തിലേക്ക് വഴിമാറാൻ തുടങ്ങി. അവൻ്റെ ശ്വാസഗതിയുടെ വേഗത കൂടി. അവൻ്റെ കൈകൾ അവളുടെ വെള്ള ചുരിദാറിന് മുകളിലൂടെ ദേഹാസകലം വന്യമായി തഴുകാൻ തുടങ്ങി. എൻ്റെ പൊന്നു മോനെ എന്നും വിളിച്ച് അവളും അവനെ വരിഞ്ഞു മുറുക്കി. അന്തരീക്ഷത്തിൽ കാമത്തിൻ്റെ ലഹരി പൂർണ്ണമായി പ്രകടമായിരുന്നു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് കട്ടിലേക്ക് മറിഞ്ഞു വീണു. ആ പുതപ്പിന് മുകളിലൂടെ അവർ വികാരത്തിൻ്റെ ആവേശത്തിൽ ഉരുണ്ടു മറിഞ്ഞു. പിറ്റേന്ന് വലിയ ആവേശത്തിലാണ് നബീൽ ഉറക്കമെണീറ്റത്. ഇന്ന് നൂർജഹാൻ്റെ വിലക്ക് പൂർണ്ണമായി തീരുന്ന ദിവസമാണ്. ഇന്ന് അവൾ പൂർണ്ണമായും തൻ്റെ കൈകളിലേക്ക് തിരികെ വരും എന്ന ചിന്ത ഉണർന്നപ്പോൾ തന്നെ അവൻ്റെ ഉള്ളൊന്ന് കുളിരുകൂരി. അവൻ ഒട്ടും സമയം കളയാതെ വേഗത്തിൽ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി താഴത്തെ നിലയിലേക്ക് നടന്നു വന്നു. ഉപ്പുപ്പയും ഉമ്മുമ്മയും എപ്പോഴേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവരവരുടെ കാര്യങ്ങളിൽ മുഴുകിയിരുന്നു. അവൻ നേരെ അടുക്കള ഭാഗത്തേക്ക് നടന്നു ചെന്നു. അവിടെ അവൾ തലേ ദിവസത്തെ പാത്രങ്ങളും മറ്റും കഴുകി വൃത്തിയാക്കുമായിരുന്നു. തിരിഞ്ഞു നടന്നു വരുന്ന അവൻ്റെ മുഖത്തെ ആ പ്രത്യേക തിളക്കവും കള്ളച്ചിരിയും കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം കൃത്യമായി മനസ്സിലായി. അവൻ ഒട്ടും ഒച്ചയുണ്ടാക്കാതെ അവളുടെ തൊട്ടരികിലേക്ക് നടന്നു വന്നു. ചുറ്റും ആരുമില്ലെന്നുറപ്പ് വരുത്തി അവളുടെ പിന്നിലൊരു കുസൃതി കാണിച്ചു. എന്താ നൂർജഹാൻ ഇന്ന് കഴിക്കാനുള്ളത്? തികച്ചും പ്രണയവും അധികാരവും കലർന്ന സ്വരത്തിൽ അവൻ ചോദിച്ചു. അവൻ്റെ ആ സംസാരവും പെരുമാറ്റവും കേട്ടതും അവൾ കഴുകിക്കൊണ്ടിരുന്ന പാത്രം വശത്തേക്ക് വെച്ച് വലിയ കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കി. ആഹാ, ഇപ്പോൾ ഉമ്മയെ കയറി നേരിട്ട് പേര് വിളിക്കാനായോടാ ചെക്ക എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവൻ്റെ വലത്തെ ചെവിയിൽ പിടിച്ച് മെല്ലെ ഒന്ന് തിരിച്ചു. അവൻ വേദന അഭിനയിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് കൂടുതൽ അടുത്തു. വല്യുപ്പയോ വല്യുമ്മയോ ആ ഭാഗത്തേക്ക് വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവൻ മുന്നോട്ടാഞ്ഞ് അവളുടെ ആ കനത്ത ചുണ്ടുകളിൽ ആർദ്രമായൊരു ഉമ്മ നൽകി. എൻ്റെ ഉള്ളിലെ സന്തോഷം കൊണ്ട് അറിയാതെ വിളിച്ചു പോയതല്ലേ എൻ്റെ ഉമ്മച്ചിക്കുട്ടി നൂറമോളെ, അവൻ കൊഞ്ചലോടെ പറഞ്ഞു. അവളുടെ ഉള്ളിലും ആ വാക്കുകൾ വലിയൊരു കുളിർമയാണ് നൽകിയത്. അവൾ മേശപ്പുറത്തിരുന്ന പത്രങ്ങളും പാത്രങ്ങളും ഓരോന്നായി അടുക്കി വെച്ചുകൊണ്ട് അല്പം പരുവത്തോടെ പറഞ്ഞു. എന്നാലേ എനിക്കൊന്ന് പുറത്തു പോകണം. പുതിയ കാറൊക്കെ വാങ്ങി മുറ്റത്തിട്ടിട്ട് ഇത്രയും ദിവസമായിട്ടും നീ എന്നെ ഇതുവരെ ആയിട്ടൊന്ന് പുറത്ത് കൊണ്ടുപോയില്ലല്ലോ. അതിനെന്താ, നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പോയാലോ? നബീൽ ചോദിച്ചു. സത്യം പറഞ്ഞാൽ പുറത്തു പോകുന്നതിനേക്കാൾ ഇപ്പോൾ തന്നെ അവളെ എങ്ങനെയെങ്കിലും മുകളിലെ മുറിയിൽ കൊണ്ടുപോയി തൻ്റെ ആഗ്രഹം തീർക്കാനായിരുന്നു അവൻ്റെ മനസ്സിലെ പ്ലാൻ. നൂർജഹാൻ അവൻ്റെ കള്ളച്ചിന്തകൾ കൃത്യമായി വായിച്ചെടുത്തു. വേണ്ട മോനെ, ആദ്യം നമ്മൾ പുറത്തു പോകുന്നു, വണ്ടിയൊക്കെ ഓടിച്ച് ടൗണിലൊക്കെ ഒന്ന് കറങ്ങുന്നു, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ.
എന്തായാലും പുറത്തുപോയി കറങ്ങി തിരിച്ചു വന്നിട്ട് ഇവളെ കട്ടിലിട്ട് ആവോളം പണിയണം എന്ന ചിന്തകളോടെ അവൻ വസ്ത്രം മാറാനായി മുകളിലെ തൻ്റെ മുറിയിലേക്ക് നടന്നു. സമയം ഏകദേശം 11 മണിയോടടുത്തിട്ടുണ്ടാകും. നൂർജഹാൻ ആദ്യം തന്നെ ഒരുങ്ങി ഇറങ്ങി മുകളിലെ നബീലിൻ്റെ മുറിയിലേക്ക് നടന്നു വന്നു. അപ്പോൾ അവൻ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകൾ ഇടുന്ന തിരക്കിലായിരുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന നൂറയെ കണ്ടതും അവൻ ഒരു നിമിഷം അമ്പരപ്പോടെ നോക്കി നിന്നു. പൂർണ്ണമായും കറുത്ത പർദ്ദ ധരിച്ചായിരുന്നു അവളുടെ വരവ്. എന്താ ഉമ്മ ഈ കടുത്ത വെയിലത്ത് ഈ വേഷത്തിൽ ഇറങ്ങുന്നേ? അവൻ അല്പം നിരാശയോടെ ചോദിച്ചു. അതിനെന്താടാ ഇതിന് കുഴപ്പം? അവൾ തൻ്റെ വശങ്ങൾ ശരിയാക്കിക്കൊണ്ട് ചോദിച്ചു. അതല്ല, പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും നല്ല ഭംഗിയുള്ള നല്ല ചേലുള്ള ചുരിദാറോ സാരിയോ ഒക്കെ അല്ലേ ധരിക്കാറുള്ളത്, അതുകൊണ്ട് ചോദിച്ചതാ, അവൻ പറഞ്ഞു. ഇതൊക്കെ മതിയടാ, ഞാൻ നിൻ്റെ കൂടെയല്ലേ പോകുന്നത്. അതുമല്ല, എനിക്ക് അങ്ങനെ പുറത്തു പോകാൻ മാത്രം വലിയ മോടിയുള്ള ഡ്രസ്സുകളൊന്നും ഈ വീട്ടിലില്ലടാ. അവൾ നേർത്തൊരു നിശ്വാസത്തോടെ പരിഭവം പറഞ്ഞു. അത് കേട്ടപ്പോൾ അലിയുടെ ഉള്ളിലൊരു സങ്കടം തോന്നി. എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് ടൗണിൽ പോയി ഉമ്മയ്ക്ക് ഇഷ്ടമുള്ള അത്രയും നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ വാങ്ങാം, അവൻ ഉറപ്പിച്ചു പറഞ്ഞു. മുറിയിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നബീൽ അവളുടെ അടുത്തേക്ക് ചെന്ന് ആ കറുത്ത പർദ്ദയ്ക്ക് മുകളിലൂടെ അവളെ വരിഞ്ഞു മുറുക്കി ശക്തമായി കെട്ടിപ്പിടിച്ച് അവളുടെ ചുണ്ടുകളിൽ ചുംബിക്കാൻ ആഞ്ഞു. ഈ ചെക്കൻ ഒട്ടും ക്ഷമയില്ലല്ലോ. അവൾ അവനെ തൻ്റെ കൈകൾ കൊണ്ട് മെല്ലെ തള്ളി മാറ്റിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തു പോയി തിരിച്ചു വന്നിട്ട് പോരേടാ മോനെ. ഇപ്പോൾ വല്യുപ്പയും ഉമ്മുമ്മയും താഴെ കാത്തിരിക്കുന്നുണ്ടാവും. അവർ രണ്ടുപേരും വസ്ത്രങ്ങളൊക്കെ ഒതുക്കി നേരെ താഴത്തെ നിലയിലേക്ക് ഇറങ്ങി വന്നു. സിറ്റ് ഔട്ടിലിരിക്കുകയായിരുന്ന ഹാജിയോടും ഉമ്മുമ്മയോടും ടൗൺ വരെ പോയി വരാമെന്ന് പറഞ്ഞ് യാത്ര ചോദിച്ചു. ഹാജിയാർ ഒരു പുഞ്ചിരിയോടെ അവരെ യാത്രയാക്കി. വലിയൊരു ആവേശത്തോടെയും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച വന്യമായ ആഗ്രഹങ്ങളോടെയും അവർ പുതിയ കാറിലേക്ക് കയറിയിരുന്ന് യാത്ര തിരിച്ചു. കാറ് ടൗണിലെ പ്രധാന റോഡിലൂടെ മെല്ലെ മുന്നോട്ട് നീങ്ങി. AC-യുടെ തണുപ്പിലിരുന്ന് അലി വശ്യമായൊരു പുഞ്ചിരിയോടെ നൂറയെ ഒന്ന് നോക്കി. അല്ലുമ്മ, എന്താ നമ്മുടെ ഇന്നത്തെ പ്ലാൻ? അവൻ അവളോട് ചോദിച്ചു. എന്ത് പ്ലാൻ? എനിക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലടാ, നീ വണ്ടി അങ്ങ് വിട്, അവൾ വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തെ കാഴ്ചകൾ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് നല്ലൊരു സിനിമയ്ക്ക് പോയാലോ? നബീൽ ചോദിച്ചു. അതൊക്കെ നിൻ്റെ ഇഷ്ടം മോനെ, എവിടെ വേണേലും കൊണ്ടുപോയിക്കോ. പക്ഷേ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് 1-2 നല്ല ഡ്രസ്സുകൾ എടുക്കണം, പിന്നെ കുറച്ച് ഇന്നറും വാങ്ങാനുണ്ട്. വളരെ സ്വാഭാവികമായി അവളത് പറഞ്ഞപ്പോൾ നബീൽ അവളെ നോക്കി ഒന്നർത്ഥം വെച്ച് ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം മനസ്സിലായ നൂറ അവനെ കണ്ണുരുട്ടി ഒന്ന് പേടിപ്പിച്ചു. വസ്ത്രങ്ങൾ എടുത്ത് ടൗണിൽ നിന്ന് ജ്യൂസ് കഴിച്ച് സിനിമയൊക്കെ കണ്ടിറങ്ങിയപ്പോൾ ഇരുട്ടി. തിയേറ്റർ ആരും കാണാതെ കാമുകിയോടെന്ന പോലെ നബീൽ നൂറയോട് കാണിച്ച കുറച്ച് കുസൃതികളുടെ ബാക്കി പത്രം കാറിലിരുന്ന് തീർത്തു. എന്നിട്ടും ആസക്തി അണയാതെ പാതിരാത്രി വീട്ടിലെത്തി അടുത്ത മാമാങ്കത്തിന് തയ്യാറായി നിന്നു. നൂറയ്ക്ക് പിന്നാലെ കാറിൻ്റെ താക്കോലുമായി കയറി വന്ന നബീൽ വല്ലിപ്പയോട് ടൗണിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെ ലളിതമായി സംസാരിച്ചു നിന്നു. എന്നാൽ നൂറയുടെ മനസ്സാകെ അപ്പോഴും കാറിനുള്ളിൽ വെച്ച് നടന്ന ആ വന്യമായ നിമിഷങ്ങളുടെ ഓർമ്മകളിൽ തന്നെയായിരുന്നു. ആ രംഗം മനസ്സിലേക്ക് വരുമ്പോൾ അവളുടെ ഉള്ളം വീണ്ടും വിറച്ചു. അവൾ ആരോടും അധികം സംസാരിക്കാൻ നിൽക്കാതെ നേരെ തൻ്റെ മുറിയിലേക്ക് പോയി. സമയം 9:30 ആയപ്പോൾ നൂറ താഴെ നിന്നും എല്ലാവരെയും ഭക്ഷണം കഴിക്കാനായി ഉറക്കെ വിളിച്ചു. നബീലും വല്യുപ്പയും വല്യുമ്മയും എല്ലാം ഊണുമേശയ്ക്ക് ചുറ്റുവിരുന്ന് ഒന്നിച്ച് രാത്രി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണത്തിനിടയിൽ അവൻ്റെ തീക്ഷ്ണമായ നോട്ടം മുഴുവൻ നൂറയുടെ വശ്യമായ മുഖത്തായിരുന്നു. അവൾ തൻ്റെ നൈറ്റിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ശരീരം രാത്രിയിൽ തൻ്റേത് മാത്രമാകാൻ പോകുന്നു എന്ന ചിന്ത അവൻ്റെ കണ്ണുകളിൽ കാമത്തിൻ്റെ തിളക്കമായി മാറി. ഭക്ഷണം കഴിച്ച് ഉപ്പുപ്പ ഉമ്മ എല്ലാം മുറിയിലേക്ക് പോകുന്നത് കണ്ട നബീൽ വേഗത്തിൽ കൈ കഴുകി അവളുടെ തൊട്ടരികിലേക്ക് വന്നു നിന്നു. അവൾ തിരിഞ്ഞു നോക്കി. എന്ന മട്ടിൽ പിരികുയർത്തി എന്താണെന്ന ഭാവത്തിൽ അവനെ ഒന്ന് നോക്കി.
അവൻ മെല്ലെ അവളുടെ ശരീരത്തോട് ചേർന്ന് നിന്നു. എന്നിട്ട് വശ്യയായി പറഞ്ഞു, നൂറമോളെ, ദേ ഇവന് നല്ലപോലെ വിശക്കുന്നുണ്ട്. അവൻ്റെ പെരുമാറ്റം കണ്ടതും നൂറയുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടി. അവൾ പരിഭ്രമത്തോടെ വല്യപ്പയുടെ മുറിയുടെ ഭാഗത്തേക്കൊന്ന് നോക്കി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി. എന്നിട്ട് മുഖത്ത് വശ്യമായൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, നിനക്ക് എപ്പോഴും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേടാ ചെക്ക? എൻ്റെ മോൻ ഇപ്പോൾ പതുക്കെ മുകളിലെ മുറിയിലേക്ക് നടക്കാൻ നോക്ക്. എനിക്ക് താഴെ ഉപ്പുപ്പയുടെ കയ്യിലെ മുറിവിൽ മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ശരി, എന്നാൽ വേഗം വരണം കേട്ടോ. ഇന്ന് രാത്രി നമുക്കിവിടെ ഒരുപാട് പണികൾ തീർക്കാനുള്ളതാ എന്ന് കള്ളച്ചിരിയോടെ മന്ത്രിച്ചുകൊണ്ട് നബീൽ അവളുടെ പിന്നിൽ മൃദുവായ ഒരടി കൊടുത്തു. എന്നിട്ട് അവൻ വേഗത്തിൽ പടവുകൾ കയറി മുകളിലേക്ക് നടന്നു. തൻ്റെ മകൻ്റെ ആ വന്യമായ അടിയുടെ ചൂടിൽ നൂറയുടെ ഉള്ളിൽ വലിയൊരു തീജ്വാലയാണ് പടർന്നത്. കുറച്ചു നേരം അവൾ അങ്ങനെ തന്നെ നിന്നു. തുടർന്ന് അവൾ മരുന്നും കോട്ടൺ തുണിയുമായി ഉപ്പയുടെ മുറിയിലേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലെ പഴയ ബാൻഡേജ് പതുക്കെ അഴിച്ച് മുറിവ് വൃത്തിയാക്കി പുതിയ മരുന്ന് വെച്ച് കെട്ടാൻ തുടങ്ങി. സമയം രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. മുകളിലെ മുറിയിൽ കട്ടിലിൽ മലർന്നു കിടക്കുകയായിരുന്ന നബീലിൻ്റെ ക്ഷമ പൂർണ്ണമായും കൈവിട്ടു തുടങ്ങിയിരുന്നു. വരാനിരിക്കുന്ന രാത്രിയുടെ വന്യമായ സുഖങ്ങളെക്കുറിച്ചും നൂറയുമായി നടക്കാൻ പോകുന്നതിനെക്കുറിച്ചുമുള്ള സ്വപ്നങ്ങളിൽ മുഴുകി അവൻ കിടക്കുകയായിരുന്നു. ഈ ഉമ്മ ഇതെവിടെ പോയി കിടക്കുക? സമയം എത്രയായിട്ടും കാണാനില്ലല്ലോ. അവൻ വല്ലാത്തൊരു മാനസിക സംഘർഷത്തോടെ ഘടികാരത്തിലേക്ക് മാറി മാറി നോക്കി. അങ്ങനെ സമയം 11:30 മണിയോടടുത്തിട്ടുണ്ടാകും. വീടിൻ്റെ നിശബ്ദതയെ ഭേദിക്കത്തക്ക രീതിയിൽ ഗോവണിപ്പടികൾ കയറി നൂറ മുകളിലേക്ക് വരുന്ന ആ നേർത്ത ശബ്ദം അവൻ്റെ കാതുകളിൽ പതിച്ചു. അവനൊരൊറ്റ ചാട്ടത്തിന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വാതിലിനരികിലേക്ക് ചെന്നു നിന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്ന നൂറയെ അവൻ ഇരു കൈകൾ കൊണ്ടും വരിഞ്ഞു മുറുക്കി തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തി. എന്താ എൻ്റെ മോള് വരാൻ ഇത്രയും താമസിച്ചത്? ഞാനിവിടെ കാത്തു മടുത്തു, അവൻ പരിഭവത്തോടെ ചോദിച്ചു. ഹോ, ഉപ്പയുടെ കയ്യിലെ മുറിവ് പഴയത് മാറ്റി പുതിയ മരുന്ന് വെച്ച് കെട്ടാൻ വല്ലാതെ സമയമെടുത്തു മോനെ. അതുകൊണ്ടാണ് നേരെ ഇത്രയും വൈകിയത്. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്ന് ശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? ഇവിടെ വെച്ച് വേണോ അതോ നൂറമോളുടെ റൂമിലേക്ക് പോകണോ? അവൻ അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു. ഹാ, ഒന്ന് നിൽക്കടാ നബീലെ, എനിക്ക് വല്ലാതെ ചൂടെടുക്കുന്നു. ഞാൻ പോയി ആദ്യം ഒന്ന് കുളിച്ചിട്ട് വരാം. ദേഹം ആകെ വിയർത്ത് മുഷിഞ്ഞിരിക്കുക. അവൾ അവനിൽ നിന്നും മെല്ലെ മാറാൻ ശ്രമിച്ചു. അതിനൊക്കെ ഇപ്പം എന്താ ഉമ്മ? ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും വിയർക്കാനും മുഷിയാനും ഉള്ളതല്ലേ? വെറുതെ എന്തിനാ ഇപ്പോൾ കുളിക്കുന്നത്? അവൻ അവളെ വിടാതെ ചോദിച്ചു. ആ, അതൊക്കെ വേണം. നേരം വെളുക്കുവോളം ഉണ്ടല്ലോ. ഞാൻ ഇപ്പം തന്നെ വേഗം കുളിച്ചു വരാം. അതുവരെ എൻ്റെ മോനി ബെഡിൽ തന്നെ അടങ്ങിയിരുന്നു എന്ന് വശ്യമായി ചിരിച്ചുകൊണ്ട് അവൾ അവനെ കട്ടിലേക്ക് തള്ളി മാറ്റി. നൂറ നേരെ തൻ്റെ മുറിയിലേക്ക് ചെന്ന് അലമാരയിൽ നിന്നും ഒരു തോർത്തുമുണ്ടെടുത്ത് ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. അവൻ വീണ്ടും തൻ്റെ ബെഡിലേക്ക് മലർന്നു കിടന്നു. പുറത്ത് പെയ്യുന്ന മഴയുടെ താളത്തിനൊപ്പം കുളി കഴിഞ്ഞ് തൻ്റെ മുന്നിലേക്ക് വരാൻ പോകുന്ന നൂറയുടെ ആ വടിവത്ത ശരീരത്തെ ഓർക്കാൻ തുടങ്ങി. കുളി കഴിഞ്ഞ് ശരീരം പൂർണ്ണമായി തുടയ്ക്കാതെ ആ ഈറൻ നനവോടെയാണ് നൂറ നബീലിൻ്റെ മുറിയിലേക്ക് കടന്നു വന്നത്. അവളുടെ വണ്ണമുള്ള ആ തടിച്ച ശരീരത്തിൽ നെഞ്ചു മുതൽ കാൽമുട്ട് വരെ മാത്രം മറയുന്ന രീതിയിൽ ഒരു വെള്ള ടവൽ മാത്രമാണ് ചുറ്റിയിരുന്നത്. നനഞ്ഞ മുടിയിഴകളിൽ നിന്നും വീഴുന്ന വെള്ളത്തുള്ളികൾ അവളുടെ വെളുത്ത തോളുകളിലൂടെയും നെഞ്ചിലൂടെയും മെല്ലെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവളെ അങ്ങനെ ആ വേഷത്തിൽ കണ്ടതും കട്ടിലിൽ കിടക്കുകയായിരുന്ന നബീൽ വല്ലാത്തൊരു ആവേശത്തോടെ ഒറ്റച്ചാട്ടത്തിന് എഴുന്നേറ്റു. അവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വാവ്, നൂറമോളെ, നിന്നെ ഇങ്ങനെ കാണാൻ എന്തൊരു ഭംഗിയാ! അവന് അത്ഭുതത്തോടെയും കൊതിയോടെയും അവളുടെ ശരീരത്തിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് പറഞ്ഞു. വാതിലിൽ ചാരി നിന്ന് തൻ്റെ മകൻ്റെ ചൂടുന്നുള്ള നോട്ടം ആവോളം ആസ്വദിച്ചുകൊണ്ട് നൂർജഹാൻ ഒരു മനോഹരമായ കള്ളച്ചിരി ചിരിച്ചു. ആ ഈറൻ തണുപ്പിലും അവളുടെ കണ്ണുകളിൽ കാമത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. എൻ്റെ മോൻ ഇപ്പോൾ വരണ്ട, കൃത്യം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പതുക്കെ എൻ്റെ റൂമിലേക്ക് വാ.
എന്ന് വളരെ താഴ്ന്ന സ്വരത്തിൽ മന്ത്രിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. അതെന്തിനാ എന്ന് ചോദിക്കും മുമ്പേ അവൾ നടന്നുപോയി. അവൾ നടന്നു നീങ്ങുമ്പോൾ ആ ടവലിനുള്ളിൽ തെന്നിക്കളിക്കുന്ന പിന്നഴക് അവൻ കണ്ണ് ചിമ്മാതെ നോക്കി നിന്നു. അവൾ തൻ്റെ മുറിയിലേക്ക് പോയ ഉടൻ തന്നെ നബീൽ ഒട്ടും സമയം കളയാതെ നേരെ തൻ്റെ അലമാരയ്ക്കരികിലേക്ക് നടന്നു ചെന്നു. നേരത്തെ പുറത്തു പോയപ്പോൾ ജ്വല്ലറി കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു സാധനം രഹസ്യമായി അവൻ വാങ്ങിയിരുന്നു. അവൻ അതിൻ്റെ വലിയ വലിപ്പ് പതുക്കെ തുറന്നു. ജ്വല്ലറിയിൽ വെച്ച് നൂറ കാണാതെ അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ചെറിയ പെട്ടി അവൻ പുറത്തെടുത്തു. ഒരു പെട്ടിയിൽ അവൾക്കായി അവൻ തിരഞ്ഞെടുത്ത ആ സ്വർണ്ണ മുത്തുകൾ പതിപ്പിച്ച മനോഹരമായ പാദസരമായിരുന്നു. എന്നാൽ അതിന് തൊട്ടരികിലായി മറ്റൊരു ചെറിയ പെട്ടി കൂടി ഉണ്ടായിരുന്നു. അത് ജ്വല്ലറിയിൽ വെച്ച് നൂറ പുറത്തിറങ്ങി നിന്ന സമയത്ത് നബീൽ സ്റ്റാഫിനോട് പ്രത്യേകം ചോദിച്ച് അവൾ അറിയാതെ വാങ്ങിയ ഒന്നാന്തരം സ്വർണത്തിൽ തീർത്ത ഒരു നേർത്ത അരഞ്ഞാണമായിരുന്നു. അത് നൂറയുടെ ആലിലെ വയറിൽ അണിയിക്കുന്നതോർത്ത് അവന് കുളിര് കയറി. അവൻ അത് രണ്ടും കൂടി ഒരു പെട്ടിയിലാക്കി കാത്തു നിന്നു. കുറച്ച് സമയം കാത്ത് നബീൽ തൻ്റെ മുറിയിൽ നിന്നും നേരത്തെ എടുത്തു വെച്ച ആ ചെറിയ ആഭരണ പെട്ടിയുമായി നൂർജഹാൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. കയ്യിൽ അവൾക്കായി സർപ്രൈസായി വാങ്ങിയ സ്വർണ്ണ കൊലുസും അരഞ്ഞാണവും അടങ്ങിയ പെട്ടിയുമുണ്ട്. അവൻ പതുക്കെ വാതിൽ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ കണ്ട കാഴ്ച അവൻ്റെ ശ്വാസം അപ്പാടെ നിലപ്പിച്ച് കളയുന്നതായിരുന്നു. ഒരു മോഡേൺ സ്ലീവ്ലെസ് ഇട്ട് നൂറ ആ കട്ടിലിൽ അവനെയും കാത്തു കിടക്കുകയായിരുന്നു. അവളുടെ മുഖത്തൊരു വശ്യമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ മങ്ങിയ വെളിച്ചത്തിൽ ആ വസ്ത്രത്തിനുള്ളിലുള്ള അവളുടെ വെളുത്തു തുടുത്ത ശരീരം കണ്ടപ്പോൾ ബെഡിൽ ഒരു മത്സ്യകന്യക കിടക്കുന്ന പോലെയാണ് അലിക്ക് തോന്നിയത്. അവൾ ഇത്രയും അന്യമായൊരു രൂപത്തിൽ തന്നെ കാത്തിരിക്കുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഉമ്മ എന്ന് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇരിക്കുന്നതെന്ന് അവളുടെ ആ കിടപ്പിൽ നിന്നും നോട്ടത്തിൽ നിന്നും തന്നെ അവന് വ്യക്തമായി മനസ്സിലായി. അവൻ ശ്വാസം അടക്കി പിടിച്ച് അവളുടെ അരികിലേക്ക് ചെന്ന് കട്ടിലിൻ്റെ വശത്തിരുന്നു. നബീൽ വന്നതോടെ നൂറ മെല്ലെ എഴുന്നേറ്റിരുന്നു. അവൾ ഒട്ടും സമയം കളയാതെ അവനെ തൻ്റെ കൈകളിൽ വരിഞ്ഞു മുറുക്കി ചുണ്ടുകളിൽ ആഴത്തിലൊന്ന് ചുംബിച്ചു. കുളി കഴിഞ്ഞതുകൊണ്ട് പിയേഴ്സ് സോപ്പിൻ്റെ വശ്യമായ ആ സുഗന്ധം അവളുടെ ശരീരത്തിൽ ഒന്നാകെ പടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ചുംബനത്തിന് ശേഷം അവൾ അവൻ്റെ കയ്യിലിരുന്ന ആ പെട്ടിയിലേക്ക് ശ്രദ്ധിച്ചത്, ഇത് നീ നേരത്തെ ഷോപ്പിൽ വെച്ച് വാങ്ങിയ ആ പാസരല്ലേടാ? അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു. ഉമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. ഉള്ളിലെ വലിയൊരു രഹസ്യം ഒളിച്ചു വെക്കുന്ന കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. നൂറ വലിയ ജിജ്ഞാസയോടെ അവൻ്റെ കയ്യിൽ നിന്നും ആ പെട്ടി വാങ്ങി മെല്ലെ തുറന്നു. അതിനുള്ളിൽ തിളങ്ങി നിന്ന ആ സ്വർണ്ണ പാദസരം കണ്ടതും അവളുടെ മുഖം സ്വർണം പോലെ തന്നെ തിളങ്ങി മറിഞ്ഞു. അപ്പോഴാണ് ആ പാദസരത്തിൻ്റെ അടിയിലായി മറ്റൊരു നേർത്ത ചെയിൻ അവൻ കണ്ടത്. അവൾ അത് വിരലുകൾക്കിടയിൽ എടുത്തുയർത്തി നോക്കി. അത് സാധാരണ ചെയിനല്ലെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. സ്ത്രീകളുടെ അരയിൽ അണിയുന്ന ഒന്നാന്തരം അരഞ്ഞാണമായിരുന്നു അത്. എടാ കള്ളച്ചക്ക, അപ്പോൾ ഇതിനായിരുന്നല്ലേ നീ ഞാൻ പുറത്തു നിന്നപ്പോൾ ജ്വല്ലറിക്കുള്ളിൽ ആരും കാണാതെ ചുറ്റിത്തിരിഞ്ഞത്? അവൾ ഉള്ളിലെ സന്തോഷം അടക്കാനാവാതെ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ നൂറമ്മോക്ക് ഇതിഷ്ടമായോ? അവൻ കൊതിയോടെ തിരക്കി. അവൾ മറുപടിയൊന്നും പറയാതെ ആഹ്ലാദത്തോടെ എന്ന് മൂളി. അവൻ്റെ ചുണ്ടുകളിൽ ആർദ്രമായൊരു ചുംബനം കൂടി സമ്മാനിച്ചു. അവൻ ആ 2 ആഭരണങ്ങളും തൻ്റെ കയ്യിലെടുത്തു. ഇതിലേതാ എൻ്റെ മുത്തിന് ആദ്യം അണിയിക്കേണ്ടത്? നീ ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേടാ, അപ്പോൾ നീ തന്നെ തീരുമാനിച്ചാൽ മതി. അവൾ തൻ്റെ ബെഡിലേക്ക് വീണ്ടും ചാഞ്ഞിക്കിടന്ന് പറഞ്ഞു. അവൻ ആ സ്വർണ്ണ അരിഞ്ഞാണം മെല്ലെ കട്ടിലെടുത്ത് വെച്ചു. എന്നിട്ട് സ്വർണ്ണ പാദസരം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കിതാദ്യം അണിയാം. അവൻ അവളുടെ ഇടത് കാൽപാദം പതുക്കെ എടുത്ത് തൻ്റെ മടിയിലേക്ക് വെച്ചു. കുളിച്ചു വൃത്തിയായ അവളുടെ ആ കാൽപാദം വല്ലാത്തൊരു ഭംഗിയുള്ളതായിരുന്നു. വെളുത്തു തുടുത്ത കാൽക്കുഴയും വെള്ള നഖങ്ങളും നിറഞ്ഞ ആ പാദത്തിലേക്ക് നോക്കി അവൻ ആ സ്വർണ്ണ കൊലുസ് മെല്ലെ അണിയിച്ചു കൊടുത്തു. എന്നിട്ട് ആ സ്വർണത്തിൻ്റെ തിളക്കത്തിനിടയിലൂടെ അവളുടെ കാൽപാദത്തിൽ തുടരെ തുടരെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, എന്തൊരു ഭംഗിയാണ് നൂറമോളെ നിൻ്റെ ഈ കാലുകൾ കാണാൻ. അവൻ ആ കാൽവിരലുകളിൽ ചുംബിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിയുടെ ബാക്കി ഒരു ചെറിയൊരു പോർഷനുണ്ട്. അത് ടെലിഗ്രാമിലായിരിക്കും ഇടുന്നത്. അത് ഞാൻ ഇന്നോ നാളെയോ ടെലിഗ്രാമിലിടും.
അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തേക്കാവേ. അപ്പോൾ നമുക്ക് പുതിയൊരു സ്റ്റോറിയായിട്ട് വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.